ഇന്നത്തെ ചാപ്റ്ററിൽ എന്താണ് മോഡിഫയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡിഫയേഴ്സ്, അതേപോലെ എങ്ങനെ ഈ മോഡിഫയേഴ്സ് നമ്മുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യാം എന്നീ കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. ആൻഡ് ഈ മോഡിഫയേഴ്സ് ഒക്കെ മോഡൽസ് ബിൽഡ് ചെയ്ത് നമ്മൾ പഠിക്കും. ആൻഡ് ഈ ചാപ്റ്ററിൻ്റെ എൻഡിൽ ഈ മോഡിഫയേഴ്സ് ഒക്കെ വെച്ച് ഒരു പ്രൊജക്റ്റും കൂടി ബിൽഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി ഫ്രീ ബ്ലെൻഡർ കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കണ്ടിന്യൂഷനായ ചാപ്റ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഫസ്റ്റ് തൊട്ട് പഠിക്കാനായി ആ ഒരു പ്ലേലിസ്റ്റ് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക. അതേപോലെ നമുക്കായി ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാനായി ഞാൻ ഒരു ഡിസ്കോഡും വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ പഠിക്കുന്ന സമയത്ത് ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത 3D വർക്ക് ഇതിൽ പബ്ലിഷ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയാനും ഈ ഒരു ഗ്രൂപ്പ് ഡെഫിനറ്റ്ലി നിങ്ങളെ സഹായിക്കും. സോ ഈ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി മോഡിഫയേഴ്സിൻ്റെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, സോ എന്താണ് മോഡിഫയേഴ്സ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ ഗൂഗിൾ ഡെഫിനേഷൻ എടുത്ത് നോക്കിയാൽ മോഡിഫയേഴ്സ് ആർ ഓട്ടോമാറ്റിക് ഓപ്പറേഷൻസ് ദാറ്റ് എഫക്റ്റ് ആൻ ഒബ്ജക്ട്സ് ജോമെട്രി ഇൻ എ നോൺ ഡിസ്ട്രക്റ്റീവ് വേ. അപ്പോൾ ഈ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ നോൺ ഡിസ്ട്രക്റ്റീവ് വേ എന്നാണ്. ഇതെന്താണെന്ന് നമുക്ക് എക്സാമ്പിളിൽ കൂടി നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു നോർമൽ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യൂബിൻ്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്യുന്നത് ഈ കാണുന്ന വേർട്ടെക്സ് ആണ് അല്ലേ. ഈ കാണുന്ന വേർട്ടീസസ് ആണ് ഈ ക്യൂബിൻ്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂബിൻ്റെ വേർട്ടെക്സ് മാറ്റുന്നതനുസരിച്ച് ഈ ക്യൂബിൻ്റെ ഷേപ്പ് മാറും. സോ ഉദാഹരണത്തിന് ഞാൻ ഈ എല്ലാ വേർട്ടീസസും സെലക്ട് ചെയ്ത് ഞാൻ ബെവൽ ചെയ്യാന്ന് Ctrl+B പ്രസ് ചെയ്ത് ഇതേപോലെ ഈ ഒരു ക്യൂബിന് ബെവൽ ചെയ്തു. ശേഷം ഞാൻ കുറച്ച് മെഷ് ഇവിടെ ആഡ് ആക്കുകയാണ്. എൻ്റെ സീനിൽ ഞാൻ കുറച്ച് മാറ്റം വരുത്തുന്നു. അതേപോലെ വേറെ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു സീന് ബിൽഡ് ചെയ്യുന്ന ഇടയിൽ എനിക്ക് ഈ ഒരു ക്യൂബിൻ്റെ ഈ ഒരു ബെവലിങ് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു ക്യൂബിൻ്റെ ബെവലിങ് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ മുമ്പുണ്ടായ ആ ഒറിജിനൽ ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഈ മെഷ് ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതായത് ഇതൊരു ഡിസ്ട്രക്റ്റീവ് ഒബ്ജക്റ്റായി മാറി. ഈ ഒരു ക്യൂബിനെ ആ ഒറിജിനൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും, വെറുതെ വേറൊരു ക്യൂബ് ആഡ് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ ഒരു കോംപ്ലെക്സ് സീൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു കോംപ്ലെക്സ് മെഷ് ഉണ്ടാക്കുമ്പോൾ അവിടെ ആയിരിക്കും ആ ഒരു റിയൽ ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഈ നോൺ ഡിസ്ട്രക്റ്റീവ് വേ ഓഫ് മോഡലിംഗ്, അതായത് ഈ മോഡിഫയേഴ്സ് വളരെയധികം ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ക്യൂബ് ആഡ് ചെയ്യുന്നു. ഈ ഒരു ക്യൂബ് ഞാൻ സൈഡിൽ വെച്ച് നമുക്ക് മോഡിഫയർ ആഡ് ചെയ്യാനായി ഈ കാണുന്നിടത്ത് ഈ ഒരു ഐക്കണാണ് മോഡിഫയേഴ്സിൻ്റെ ഈ ഒരു ടാബ്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്ന മോഡിഫയേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ആഡ് മോഡിഫയറിൽ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്താൽ 4 ടൈപ്പ് ഓഫ് മോഡിഫയേഴ്സ് ഉണ്ട്. ഒന്ന് മെയിൻലി മോഡിഫൈ, ജനറേറ്റ്, ഡിഫോം ആൻഡ് ഫിസിക്സ്. അപ്പോൾ ഇവിടെ ഈ ജനറേറ്റിലുള്ള മെയിൻ 7 മോഡിഫയേഴ്സാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ബെവൽ ആഡ് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ബെവൽ സെലക്ട് ചെയ്താൽ ഈ ഒരു ബെവൽ നമുക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്യൂബിന് ഈ ഒരു ബെവൽ നമുക്ക് അപ്ലൈ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ കൺട്രോൾസും കാണാൻ പറ്റും. നമുക്ക് വേണ്ട എമൗണ്ട് സെറ്റ് ചെയ്യാം, സെഗ്മെൻറ്റ്, അതേപോലെ വേറെ എല്ലാ കൺട്രോൾസും ഉണ്ട്. പക്ഷേ ഈ ഒരു ക്യൂബിൽ നിന്നും തികച്ചും ഡിഫറെൻ്റാണ് ഈ ക്യൂബിലുണ്ടായ ബെവലിംഗ് മെത്തേഡ്. ഇതിൽ നമ്മൾ മോഡലിങ്ങിൽ എഡിറ്റ് മോഡിൽ പോയി ബെവൽ ചെയ്തതാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഈ മോഡിഫയർ ആഡ് ചെയ്ത് ബെവൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയാൽ നമുക്ക് ആ ഒറിജിനൽ മെഷ് കാണാൻ പറ്റും. ഈ ഒറിജിനൽ മെഷിൻ്റെ ഔട്ട്ലൈന്, ഈ വേർട്ടീസസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെയല്ല ഇവിടെ ഉള്ളത്. ഇത് ഡിസ്ട്രക്റ്റീവാണ്, നേരെ മറിച്ച് ഇത് നോൺ ഡിസ്ട്രക്റ്റീവാണ്. നമ്മൾ ഇവിടെ ഏത് തരത്തിലുള്ള കൺട്രോൾ ചെയ്താലും ആ ഒരു ടോപ്പോളജിക്ക് ഒരു എഫക്റ്റും വരില്ല. ആൻഡ് ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെറും മോഡലിംഗ് കൊണ്ട് ഡിഫിക്കൽട്ടായ കാര്യങ്ങൾ മോഡിഫയേഴ്സ് യൂസ് ചെയ്ത് ഈസിയായി ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ വരുന്ന ഓരോ മോഡിഫയേഴ്സും പഠിക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇനി നമുക്ക് ഓരോ മോഡിഫയറും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ വീണ്ടും ഒരു ക്യൂബ് ഞാൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ അറേ മോഡിഫയർ നമുക്ക് നോക്കാം. അപ്പോൾ അറേ മോഡിഫയർ മെയിൻലി ഒരു ഒബ്ജക്റ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്യൂബ് ഉണ്ടായിരുന്നത് 2 ക്യൂബായി മാറി. ഇവിടെ നമുക്ക് കൗണ്ടിൽ കാണാൻ പറ്റും
2 എന്നുള്ളത്. എത്രയാണോ കൂട്ടുന്നത് അതിനനുസരിച്ച് ഇവിടെ ക്യൂബ് ഡ്യൂപ്ലിക്കേറ്റായി മാറും. അതേപോലെ തന്നെ റിലേറ്റീവ് ഓഫ്സെറ്റ്. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സ്പേസിങ് നമുക്ക് ഇൻക്രീസ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് വൈ ആക്സിസും ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ സെഡ് ആക്സിസും. ഓക്കെ, അപ്പോൾ അതാണ് റിലേറ്റീവ് ഓഫ്സെറ്റ്. പിന്നെ മെയിൻലി റിലേറ്റീവ് ഓഫ്സെറ്റ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഓഫ്സെറ്റ്. അപ്പോൾ ഞാൻ ഇത് അൺചെക്ക് ചെയ്ത് ഇത് ചെക്ക് ചെയ്ത് ഇതിൻ്റെ ഡിസ്റ്റൻസ് മാറ്റിയാൽ ഏകദേശം രണ്ടും ഒരേപോലെ ആയിരിക്കും തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ റിലേറ്റീവ് ഓഫ്സെറ്റിൽ ഉദാഹരണത്തിന് ഞാനിവിടെ 1 ടൈപ്പ് ചെയ്താൽ ഈ ഒരു മെഷിൻ്റെ ഒറിജിനൽ വിഡ്ത്തിലായിരിക്കും ബാക്കി മെഷ് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ക്യൂബിൻ്റെ ഇരട്ടി ഡിസ്റ്റൻസിലായിരിക്കും ബാക്കി ക്യൂബ് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ എഡിറ്റ് മോഡിൽ ഈ ഒരു ക്യൂബിൻ്റെ എഡ്ജ് ഞാൻ ജസ്റ്റ് മൂവ് ചെയ്താൽ ഇവിടെ ഇതിൻ്റെ ഡിസ്റ്റൻസ് റിലേറ്റീവ് ആവുന്നത് കാണാൻ പറ്റും. നേരെ മറിച്ച് കോൺസ്റ്റൻറ്റ് ഓഫ്സെറ്റ് ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇവിടെയുള്ള ഈ 3.65 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് മെയിൻലി റിലേറ്റീവും കോൺസ്റ്റൻറ്റ് ഓഫ്സെറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ റിലേറ്റീവ് ഓഫ്സെറ്റാണ് ഞാൻ മെയിൻലി ഉപയോഗിക്കാറ്. പിന്നെ പ്രൊജക്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ സ്പെസിഫിക് യൂസ് കേസ് അനുസരിച്ച് ഈ 2 ഓഫ്സെറ്റിൽ നമുക്ക് വേണ്ടത് ഉപയോഗിക്കാം. നമുക്ക് ഒബ്ജക്റ്റ് ഓഫ്സെറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ ഞാൻ എംപ്റ്റി ആഡ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഒരു എംപ്റ്റി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഈ ഒരു ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്ത് ഈ എംപ്റ്റി ഇങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഈ ഒരു എംപ്റ്റി സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു എംപ്റ്റി ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ക്യൂബിൻ്റെ ഒറിജിനൽ തന്നെയായിട്ട് ഈ ഒരു എംപ്റ്റി ഞാനിവിടെ ആഡ് ചെയ്തു. ശേഷം ഈ ഒരു എംപ്റ്റി ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് മൂവ് ചെയ്താൽ ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത് കാണാൻ പറ്റും. അതായത് ഈ ഒരു ക്യൂബിൻ്റെ കൺട്രോളറായിട്ടാണ് ഈ ഒരു എംപ്റ്റി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാം. നമുക്ക് റൊട്ടേറ്റും ചെയ്യാം, അതേപോലെ സ്കെയിലും ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വെറൈറ്റിയിൽ നിങ്ങൾക്ക് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അറേ മോഡിഫയർ വെച്ച് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ക്യൂബ് സെലക്ട് ചെയ്ത് ആദ്യം ഈ ബെവൽ മോഡിഫയർ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അറേ മോഡിഫയർ ആഡ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റുബിക്സ് ക്യൂബാണ്. അപ്പോൾ 3x3x3 റുബിക്സ് ക്യൂബാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ ഞാൻ കൗണ്ടിൽ 3 കൊടുക്കുന്നത്. അപ്പോൾ ഇത് എക്സ് ആക്സിസിലാണുള്ളത്. ഇനി നമുക്ക് ഈ അറേ മോഡിഫയർ ക്ലോസ് ചെയ്ത് വീണ്ടും ഒരു അറേ മോഡിഫയർ ആഡ് ചെയ്യാം. സോ ഇപ്രാവശ്യം നമുക്ക് എക്സിലല്ല വേണ്ടത്. അപ്പോൾ എക്സ് 0 കൊടുത്ത് വൈ നമുക്ക് 1 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ കൗണ്ട് 3 ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒരു അറേ മോഡിഫയർ സെഡ് ആക്സിസിലേക്കായി. സോ അറേ ഇപ്രാവശ്യം സെഡ് ആക്സിസ് 1 കൊടുക്കാം. അതിനുശേഷം ഇവിടെ കൗണ്ട് 3 കൊടുത്താൽ നമുക്ക് ഒരു സിമ്പിൾ റുബിക്സ് ക്യൂബ് ഇവിടെ ആയി കിട്ടി. അപ്പോൾ ഇവിടെ ഈ ഒറ്റൊരു ക്യൂബ് കൊണ്ടാണ് നമ്മൾ ഈ റുബിക്സ് ക്യൂബ് ഉണ്ടാക്കിയത്. അതായത് കോമ്പിനേഷൻ ഓഫ് മോഡിഫയർ ഉപയോഗിച്ച് ആദ്യം നമ്മൾ ബെവൽ കൊടുത്ത്, അപ്പോൾ ഈ ബെവൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ആ ഒരു ക്യൂബിന് എക്സ് ആക്സിസിൽ 3 പ്രാവശ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതേപോലെ വൈ ആക്സിസിലും സെഡ് ആക്സിസിലും. അപ്പോൾ ഈ ഒരു 3x3x3 ക്യൂബിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 3 അറേയിലും വന്ന് ഇതിൻ്റെ കൗണ്ട് സിംപ്ലി നമുക്ക് 5ലോ 4ലോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ 2 കൊടുത്താൽ നമുക്ക് 2x2x2 റുബിക്സ് ക്യൂബ് സിമ്പിളായി ചെയ്യാൻ ഇവിടെ പറ്റും. നമുക്ക് വേണമെങ്കിൽ 5ഉം കൊടുത്തു നോക്കാം. സോ ഇത്രയും മോഡിഫയർ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സിമ്പിൾ റുബിക്സ് ക്യൂബിൻ്റെ ലെയേഴ്സ്, അതായത് ഈ കൗണ്ട് നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഈ ബെവലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു ക്യൂബിനെ ഇവിടെ സൈഡിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ റുബിക്സ് ക്യൂബ് എന്ന് കൊടുക്കുന്നു. ഞാൻ ഹൈഡ് ചെയ്യാം. ഇനി നമ്മൾ അറേ മോഡിഫയർ ഉപയോഗിച്ച് എങ്ങനെ ഒരു മെഷ് കർവിലൂടെ ട്രേസ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായി ഞാൻ ഒരു ടോറസ് ആഡ് ചെയ്യുന്നു.
എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ പോയി എഡിറ്റ് മോഡിൽ വന്ന് Shift Z, ഓക്കെ. എന്നിട്ട് ഈ ഇത്ര ഭാഗം ഞാൻ ബോക്സ് സെലക്ട് ചെയ്യുന്നു, ഇതിൻ്റെ ഹാഫ് നേരെ പകുതി. എന്നിട്ട് ഇതിനെ ഞാൻ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്നു ഇതേപോലെ, ഓക്കെ. അതിനുശേഷം A പ്രസ് ചെയ്ത് ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ ഷ്രിങ്ക് ഓർ ഫാറ്റൺ, ഇതിൽ നമുക്ക് ഷ്രിങ്ക് ഓർ ഫാറ്റൺ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട് Alt S. അപ്പോൾ Alt S പ്രസ് ചെയ്താൽ ഇതേപോലെ നമുക്ക് ഫാറ്റൺ അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഫാറ്റൺ ചെയ്ത് കുറച്ച് ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ കൂട്ടുന്നു, ഓക്കെ. എന്നിട്ട് Shift D പ്രസ് ചെയ്യുന്നു, എഡിറ്റ് മോഡിൽ തന്നെയാണുള്ളത്. Shift D പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് X ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്യുന്നു. എന്നിട്ട് X 90 ഡിഗ്രി. അപ്പോൾ X പ്രസ് ചെയ്ത് 90 പ്രസ് ചെയ്താൽ കറക്റ്റ് 90 ഡിഗ്രി റൊട്ടേറ്റ് ആവും. ശേഷം ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു, ഓക്കെ. നമ്മളിവിടെ ചെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഓക്കെ. അപ്പോൾ ഇതൊരു സിംഗിൾ മെഷാണ്, ടോറസ് എന്നുള്ള ഈ സിംഗിൾ മെഷാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തത്. എന്നിട്ട് അറേ മോഡിഫയർ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എക്സ് ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് കുറയ്ക്കാം നമുക്ക്. ഏകദേശം ഇതിന് ടച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 0.73 ഇത് മതിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ രീതിയിൽ ഇതേപോലെ കൗണ്ട് ഇൻക്രീസ് ചെയ്ത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒബ്ജക്റ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കർവിലൂടെ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫിറ്റ് ടൈപ്പ് എന്നുള്ളത് ഫിറ്റ് കർവ് എടുക്കാം. എന്നിട്ട് നമുക്കൊരു കർവ് ഒബ്ജക്റ്റും കൂടി വേണം. അതിനായി Shift A കർവിൽ വന്ന് നമുക്ക് ബെസിയർ കർവ് സെലക്ട് ചെയ്യാം, ഓക്കെ. എന്നിട്ട് ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ സ്കെയില് ഇൻക്രീസ് ചെയ്ത്, ഓക്കെ. സ്മൂത്ത് ഷെയ്ഡിങ് കൊടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഈ കർവ് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കർവിൽ നമുക്ക് ബെസിയർ കർവ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഈ ബെസിയർ കർവാണ്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കർവിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്ത് ബേസ്ഡ് ആയിരിക്കും ഇവിടെ ഈ മെഷ് ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത്. അപ്പോൾ ഈ കർവ് ഞാൻ സെലക്ട് ചെയ്ത് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ വന്ന് ഈ ഒരു ഹാൻഡിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എക്സ്ട്രൂഡ് ചെയ്താൽ ഇതേപോലെ അതിൻ്റെ ലെങ്ത്ത് ഈ ചെയിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂടുന്ന കാണാൻ പറ്റും, ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു കർവിൽ കൂടി ഈ ചെയിന് ട്രേസ് ആണ്. അതിനെ നമുക്ക് ഈ മെഷ് സെലക്ട് ചെയ്യാം. ആഡ് മോഡിഫയറിൽ വന്ന് ഈ കർവ് മോഡിഫയർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഈ കർവ് ഒബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബെസിയർ കർവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കർവിലൂടെ ഈ ചെയിന് പാസ്സാകുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ കർവ് സെലക്ട് ചെയ്ത് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്ത് ഇതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഹാൻഡിൽ ഈ കർവ് ഹാൻഡിലാണിത്. അപ്പോൾ 1 2 3 4 5 ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ വളരെ ഫ്ലെക്സിബിളായി നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ചെയിന് ട്രേസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ വന്ന് ഈ കർവിൽ വന്ന് ഡീഫോം ആക്സിസ് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഡീഫോം ആക്സിസിൽ നിങ്ങൾക്കത് വർക്ക് ചെയ്യും. സോ ഇതിൻ്റെ മുകളിൽ കൺട്രോൾ പ്രസ് ചെയ്ത് മൗസ് സ്ക്രോൾ വീൽ ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ടും ആ ചെയിന് ട്രേസ് ആയില്ലെങ്കിൽ ഈ ചെയിന് സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ A പ്രസ് ചെയ്ത് ഓൾ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റൊട്ടേഷൻ സ്കെയിലൊക്കെ ഡീഫോൾട്ടായി വരും. ഓക്കെ, സോ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡിഫയറാണ് ബൂളിയൻ. ബേസിക്കലി ബൂളിയൻ വെച്ച് നമുക്ക് ഒരു മെഷീനെ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനൊക്കെ പറ്റും. സോ ഏത് മെഷാണോ നിങ്ങൾ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു മെഷിലേക്കാണ് ബൂളിയൻ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്യൂബിനെ എനിക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ ക്യൂബിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് മോഡിഫയറിൽ വന്ന് ജനറേറ്റ് ബൂളിയൻ. അപ്പോൾ ഇവിടെ ബൂളിയൻ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ വേറൊരു മെഷ് ഞാൻ ആഡ് ചെയ്യുന്നു. വേറൊരു ക്യൂബ് ഞാൻ ആഡ് ചെയ്യുന്നു. ഈ ഒരു ക്യൂബ് ഞാൻ ഈ ഒരു സ്ഥലത്താണ് ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത ക്യൂബ് സെലക്ട് ചെയ്യുക. എന്ത് വെച്ചാണ് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ക്യൂബ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഐ ഡ്രോപ്പർ വെച്ച് ഇവിടെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മെഷ് കട്ടായിട്ടുണ്ട്. ബട്ട് ഇത് ശരിക്കും കാണാനായി ഈ ക്യൂബ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹൈഡ് ചെയ്താൽ നമുക്ക് ആ ഈ മെഷ് കട്ടായിട്ടുള്ളത് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് ഇൻട്രാക്റ്റീവായി ചെയ്യാനായി ഈ ക്യൂബ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോവുക. എന്നിട്ട് ഇവിടെ വ്യൂ പോർട്ട് ഡിസ്പ്ലേയിൽ ഇവിടെ ഡിസ്പ്ലേ ആസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വയർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബൗൺസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ മെഷ് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇത് ലൈവായി ഇൻട്രാക്റ്റീവ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ അറേ മോഡിഫയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൂളിയൻ കട്ട് ചെയ്യാനും പറ്റും. സോ ഇവിടെ ഞാൻ ഇതിനെ ചെറുതാക്കി ഈ മെഷീനെ നമുക്ക് അറേ മോഡിഫയർ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ മോഡിഫയറിൽ വന്ന് നമുക്ക് ജനറേറ്റ് അറേ. എന്നിട്ട് ഇതിൻ്റെ ഫാക്ടർ വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൗണ്ട് ഞാൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഈ മെഷീനെ കട്ട് ചെയ്യാനും പറ്റും. സോ ബൂളിയൻ മെയിൻലി ഹാർഡ് സർഫേസ് മോഡലിംഗ് ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കാറ്. ആൻഡ് ബൂളിയൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കട്ട്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഷാർപ്പ് ആംഗിൾസ് ഉണ്ടാവും. സോ അതൊക്കെ ക്ലിയർലി കാണാനായി നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ക്യാവിറ്റി ടേൺ ഓൺ ചെയ്യാം. അതേപോലെ ഇതിൻ്റെ റിഡ്ജ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വാല്യൂം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷാർപ്പായിട്ടുള്ള ഈ കോർണേഴ്സ് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റ് ക്യാപ്പ് എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീം സെലക്ട് ചെയ്ത് മോഡൽ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നമ്മൾ ചെയ്തത് കട്ട് ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ ഡിഫറൻസ്. വേറെ 2 ഓപ്പറേഷനാണ്, ഇൻ്റർസെക്റ്റ് പിന്നെ യൂണിയൻ. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. സോ ഇതിന് ഞാൻ സൈഡിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇതേ 2 മെഷീനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്, 2 പ്രാവശ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ മെഷ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ യൂണിയനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ 2 മെഷും ഒന്നിച്ചായി. അപ്പോൾ ഇവിടെ ഈ 2 മെഷും നമുക്ക് ജോയിൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ക്യൂബിൻ്റെ എഡിറ്റ് മോഡിൽ പോയാൽ ഇപ്പോൾ ഈ ഒറിജിനൽ മെഷാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒറ്റൊരു മെഷായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒറിജിനൽ ക്യൂബും അതുപോലെ തന്നെ ഈ ജോയിൻ ചെയ്യാൻ ഉപയോഗിച്ച മെഷും ഇപ്പോൾ ഒരു മെഷായിട്ട് മാറി. അടുത്തതാണ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഞാൻ ഈ ക്യൂബ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഇൻ്റർസെക്റ്റ് സെലക്ട് ചെയ്താൽ ഇതേപോലെ ആയിരിക്കും നമുക്ക് കാണുന്നത്. അതായത് ഇൻ്റർസെക്റ്റ് വെച്ചാൽ ഈ മെഷും പിന്നെ ഈ മെഷും ഓവർലാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട്, അതാണ് ഇൻ്റർസെക്റ്റിലൂടെ ഈ ഒരു ഭാഗം കിട്ടുന്നത്. അതായത് 2 മെഷും ഇതും പിന്നെ ആ ക്യൂബും ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇത്ര ഒരു ഭാഗമാണ് കിട്ടുന്നത്. അതാണ് ഇൻ്റർസെക്ഷൻ. സോ ഇതാണ് ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ബൂളിയൻ ഓപ്പറേഷൻ. അതായത് ഡിഫറൻസ്, യൂണിയന് പിന്നെ ഇൻ്റർസെക്ഷൻ. സോ ഇവിടെയും നമ്മൾക്ക് ഈ ഒറിജിനൽ മെഷ് ഉണ്ട്. ഈ ബൂളിയൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതോടെ ഇതൊരു ഡിസ്ട്രക്റ്റീവ് മെഷായി മാറും. ഇതേപോലെ നിങ്ങൾക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മോഡൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായി ഞാൻ ബൂളിയനുമായി ബന്ധപ്പെട്ട ഒരു ടൂള് പരിചയപ്പെടുത്തി തരാം. അതിനായി ആദ്യം എഡിറ്റ് പ്രിഫറൻസിൽ പോവുക. എന്നിട്ട് ഇവിടെ ആഡ് ഓൺസിൽ നിങ്ങൾക്ക് കുറേ ആഡ് ഓൺസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആഡ് ഓൺസ് ബേസിക്കലി ഒരു ബ്ലെൻഡറിൻ്റെ അഡീഷണൽ ഫീച്ചർ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇൻബിൽട്ടിനായിട്ട് ബ്ലെൻഡർ കുറേ ആഡ് ഓൺസ് തരും. അതേപോലെ എക്സ്റ്റേണലായിട്ട് നമ്മൾക്ക് തന്നെ ഒരു ആഡ് ഓൺ വേണമെങ്കിൽ കോഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് സെർച്ച് ബാറിൽ വന്ന് ബൂൾ ടൂള് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ ചെക്ക് ബോക്സിൽ എനേബിൾ ചെയ്യുക. അതേപോലെ ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആഡ് ഓൺ ഫീച്ചർ ചെയ്യുന്ന ഓപ്പറേഷൻസിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. സോ ഇത് എനേബിൾ ചെയ്ത് ക്ലോസ് ചെയ്യുക.
സോ ഇതുവരെ നമ്മൾ ഇവിടെ മോഡിഫയറിൽ വെച്ചാണ് ബൂളിനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ബൂളിന് ഓപ്പറേഷൻ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനോ പറ്റും. സോ ഞാൻ ഒരു സ്ഫിയർ ആഡ് ചെയ്യുന്നു. N പ്രസ് ചെയ്യുക. N പ്രസ് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ബൂൾ ടൂളിൻ്റെ സെറ്റിങ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ Ctrl+Shift+B പ്രസ് ചെയ്താൽ ഇവിടെയും ആ ഓപ്പറേഷൻസ് വരും. സോ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി പറ്റും. എന്നിട്ട് ആദ്യം ഏതാണോ കട്ട് ചെയ്യുന്ന മെഷ് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ഫിയർ ആണ്. എന്നിട്ട് കട്ട് ചെയ്യപ്പെടുന്ന മെഷ്, അതായത് ഇവിടെ ക്യൂബ്, രണ്ടാമതായി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഡിഫറൻസ് സെലക്ട് ചെയ്താൽ ഇതേപോലെ നമ്മുടെ മെഷ് കട്ടായി കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് യൂണിയന്, മെഷ് ജോയിനായി കിട്ടും. പിന്നെ ഇൻ്റർസെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഒരു അഡീഷണൽ ഓപ്ഷനാണ് സ്ലൈസ്. അപ്പോൾ സ്ലൈസ് വെച്ചാൽ ഇൻ്റർസെക്റ്റ് പോലെ തന്നെയാണ്, പക്ഷേ ക്യൂബോടൊപ്പം തന്നെ ഈ ഒരു ഇൻ്റർസെക്ഷൻ ഭാഗവും സ്ലൈസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ ബ്രഷ് ബൂളിനും അതേപോലെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓട്ടോ ബൂളിൻ പോലെ തന്നെയാണ് ബ്രഷ് ബൂളിനും, പക്ഷേ ഓട്ടോ ബൂളിനിൽ ഇത് അപ്ലൈ ആവുന്നതായിരിക്കും. സോ ഇവിടെ ഡിഫറൻസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ബ്രഷ് ബൂളിനിൽ ഡിഫറൻസ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ബൂളിന് ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഈ സ്ഫിയർ അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ബൂളിൻ ഓപ്പറേഷൻ ഇവിടെ നടത്താൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് താഴെ 3 ഓപ്പറേഷൻസ്. പിന്നെ ഈ ഓപ്പറേഷൻസിൻ്റെ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. സോ ഇത് സ്ഫിയർ സെലക്ട് ചെയ്ത് ക്യൂബ് സെലക്ട് ചെയ്യുക. Ctrl+Shift നംപാഡ് മൈനസ് ആണ്, വെറും മൈനസ് അല്ല, നംപാഡിലുള്ള മൈനസ് ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. അതേപോലെ യൂണിയന് Ctrl+Shift+. അപ്പോൾ ഇത് ജോയിനായി കിട്ടി. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. ഇതേപോലെ 2 3 വേണ്ടത്ര ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വേണ്ടത്ര മെഷ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ 2 മെഷ് സെലക്ട് ചെയ്ത ശേഷം ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡിഫറൻസ് സെലക്ട് ചെയ്യുക. സോ ഇതേപോലെ നിങ്ങൾക്ക് ഈ പാനലിൽ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഈ ക്യൂബ് സെലക്ട് ചെയ്ത് ഈ ബ്രഷ് വ്യൂവർ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ മെഷ് വെച്ചാണ് കട്ട് ചെയ്ത് അതൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെ സ്ഫിയർ ഉണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യൂ പോർട്ടിൽ ഹൈഡ് ചെയ്യാം. അതേപോലെ ഇവിടെ വന്നാൽ അപ്ലൈ ഓൾ ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ എല്ലാ ഓപ്പറേഷനും അപ്ലൈ ആവും. ഇനി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവും ചെയ്യാൻ പറ്റും. ഓൾറൗണ്ട് നോക്കിയാൽ നമ്മുടെ വർക്ക് ഫ്ലോ ഈസി ആവാൻ വേണ്ടി വളരെ യൂസ്ഫുള്ളായ ഒരു ടൂളായിരിക്കും. സോ ഇത്രയൊക്കെയാണ് ബൂൾ ടൂളിനെ കുറിച്ച് അറിയാനുള്ളത്. ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് സ്ക്രൂ മോഡിഫയർ ആണ്. സോ ഈ മോഡിഫയർ മെയിൻലി ഉപയോഗിക്കുന്നത് സർക്കുലർ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റിനാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലാറ്റ് 2D ഷേപ്പ് അല്ലെങ്കിൽ പ്രൊഫൈൽ എന്നും പറയും. ഈ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സ്ക്രൂ മോഡിഫയർ ഉപയോഗിച്ച് റൊട്ടേറ്റ് അല്ലെങ്കിൽ റിവോൾവ് ചെയ്യും. സോ അത് ഒരു എക്സാമ്പിളിൽ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പ്ലെയിൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് Y ആക്സിസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ RY90 പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഈ പ്ലെയിൻ്റെ എഡിറ്റ് മോഡിൽ പോവാം. എന്നിട്ട് ഈ 2 വേർട്ടീസസ് ഞാൻ ഇതേപോലെ സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. സോ ഇവിടെ ഞാൻ ഒരു സ്ക്രൂ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഒബ്ജക്റ്റ് മോഡിൽ വന്ന് ഇവിടെ മോഡിഫയറിൽ നമുക്ക് സ്ക്രൂ മോഡിഫയർ ഇവിടെ കാണാം. അത് ആഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതേപോലെയാണ് വരുന്നത്. ഇത് ഫിക്സ് ചെയ്യാനായി നമുക്ക് ആക്സിസ് മാറ്റാം. ഞാൻ ഇവിടെ എക്സ് ആക്സിസ് കൊടുക്കുന്നത്. എക്സ് ആക്സിസ് കൊടുത്ത ശേഷം ആദ്യം ഈ ഒറിജിൻ മാറ്റണം. സോ ഈ ഒരു ഷേപ്പിൻ്റെ ഒറിജിൻ എവിടെയാണ് ഉള്ളതെന്ന് ആ ഒരു ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഒറിജിന് മൂവ് ചെയ്യുന്നു. അതിനായി ഇവിടെ ഓപ്ഷനിൽ വരിക. എന്നിട്ട് എഫക്റ്റ് ഓൺലി ഒറിജിൻസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മൂവ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒറിജിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാനിവിടെ Y ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഷോർട്ട് കട്ട് Ctrl കീയാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഒറിജിൻ മോഡ് ടേൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ആദ്യമായി ആംഗിൾ കാണിക്കുന്നുണ്ട്. ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു 2D പ്രൊഫൈലിലാണ് ചെയ്തത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പ്രൊഫൈല് അല്ലെങ്കിൽ ഫ്ലാറ്റ് 2D ഷേപ്പ്. ഈ ഷേപ്പിൽ നിന്ന്
ആംഗിൾ നമ്മൾ 360 ഡിഗ്രി കൊടുത്താൽ ഇതേപോലെ 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ താഴെയുള്ളതാണ് സ്ക്രൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് ഒരു സ്ക്രൂ പോലത്തെ ഷേപ്പായിരിക്കും കിട്ടുന്നത്. ഇനി ഇതിൻ്റെ താഴെയുള്ളതാണ് ഇറ്ററേഷൻസ് എത്ര തവണ നിങ്ങൾക്ക് ഇതേപോലെ റിവോൾവ് ചെയ്യണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ഓപ്ഷനിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി ഇതേപോലെ നമുക്ക് വേണ്ടത്ര ഇറ്ററേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ എഡിറ്റ് മോഡിൽ വന്ന് നമുക്ക് ഈ ഒരു പ്രൊഫൈൽ പിന്നീട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാനും പറ്റും. സോ എനിക്ക് ഈ ഒരു ഷേപ്പ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എഡിറ്റ് മോഡിൽ ഈ ഒരു പ്രൊഫൈൽ എനിക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഒരു ഒറിജിൻ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ഇതേപോലെ മാറ്റി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മിഡിൽ ഒരു സിലിണ്ടറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒറിജിൻ മോഡ് ടേൺ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു സിലിണ്ടർ മിഡിലായി പ്ലേസ് ചെയ്ത് ഇതേപോലെ സ്കെയിൽ ചെയ്യുന്നു. ഫ്രണ്ട് വീൽ വന്ന് കുറച്ച് മുകളിലേക്കാക്കുന്നു. എഡിറ്റ് മോഡിൽ വന്ന് ഈ മുകൾ ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ മൂവ് ചെയ്യാം. ഇനി ഞാൻ ഒരു സിലിണ്ടർ ആഡ് ചെയ്യുന്നു വീണ്ടും. എന്നിട്ട് ഇതിൻ്റെ വേർട്ടിസസ് ഞാൻ 8 ആക്കി കൊടുക്കുന്നു. ശേഷം ടോപ്പ് വ്യൂവിൽ വന്ന് ഇതിനെയും സെൻറ്ററിലേക്കാക്കാം. ശേഷം ഞാൻ സ്കെയിൽ ചെയ്ത് ഇതേപോലെ Z ആക്സിസിൽ വെക്കാം. ഇനി ഇതിൻ്റെ എഡിറ്റ് മോഡിൽ വന്ന് ഈ വേർട്ടെക്സ് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ സ്കെയിൽ ഡൗൺ ചെയ്യാം. അതുപോലെ ഈ സ്ക്രൂവിൻ്റെ ഈ ഒരു പ്രൊഫൈൽ ചെറുതായി എഡിറ്റ് ചെയ്യാം. Y ആക്സിസിൽ ഇതേപോലെ കുറച്ചും കൂടി ഉള്ളിലേക്കായി വെക്കുന്നു. ഇനി ഈ ടോപ്പ് പാർട്ടിലേക്ക് ഒരു ബെവൽ മോഡിഫയർ ആഡ് ചെയ്യാം. ബെവൽ ഓക്കെ, എന്നിട്ട് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് വീൽ വന്ന് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ സ്കെയിൽ ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻസ് കാണാൻ പറ്റും. അത് ജസ്റ്റ് എഡിറ്റ് മോഡിൽ വന്ന് Ctrl+R പ്രസ് ചെയ്ത് കുറച്ച് ലുക്ക് കട്ട് ആഡ് ചെയ്താൽ ആ ഒരു പ്രോബ്ലം പോകുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു പ്രൊഫൈലിൻ്റെ സ്റ്റെപ്സ് നമുക്ക് കൂട്ടാൻ പറ്റും, അതായത് ഇതിൻ്റെ ക്വാളിറ്റി. സോ ഇവിടെ നമുക്ക് ഈ ഒരു എഡ്ജ് ഷാർപ്പായിട്ടാണ് കാണുന്നത്. സോ നമുക്കൊരു സ്മൂത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ ഉള്ളത് വ്യൂ പോർട്ടിൽ അപ്ലൈ ആവും, ഇത് റെൻഡറിങ്ങിലും അപ്ലൈ ആവും. സോ ഇത് ഡിക്രീസ് ചെയ്താൽ ലോ ക്വാളിറ്റി ആയിരിക്കും. അതേപോലെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കൂടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു മെഷീൻ്റെ ഈ ഒരു ഭാഗത്ത് ബെവൽ ആഡ് ചെയ്യാം. സോ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് Ctrl+B പ്രസ് ചെയ്ത് ഇവിടെ മാനുവലി നമുക്ക് ഒരു ബെവലിംഗ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ 2 മോഡൽ കൂടി ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമുക്കൊരു ബൾബ് ക്രിയേറ്റ് ചെയ്യാം. സോ ആദ്യമായി ഞാനൊരു പ്ലെയിൻ ആഡ് ചെയ്യുന്നത്, നമുക്കൊരു ഒറ്റൊരു വേർട്ടെക്സ് ആണ് വേണ്ടത്. അപ്പോൾ അതിനായി ഈ ഒരു പ്ലെയിൻ ആഡ് ചെയ്ത് ഈ പ്ലെയിൻ്റെ എഡിറ്റ് മോഡിൽ വരിക. എന്നിട്ട് M പ്രസ് ചെയ്ത് അറ്റ് സെൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെർജ് ആവുന്നതാണ്. അപ്പോൾ M പ്രസ് ചെയ്താൽ ഇവിടെ മെർജ് ആവും. അപ്പോൾ അറ്റ് സെൻറ്റർ കൊടുത്താൽ ഈ ഒരു ഒറ്റ വേർട്ടെക്സ് നമുക്ക് കിട്ടി. ഇനി ഈ ഒരു വേർട്ടെക്സിൻ്റെ എഡിറ്റ് മോഡിൽ തന്നെയാണുള്ളത്. ഈ ഒരു വേർട്ടെക്സ് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഈ പ്രസ് ചെയ്ത് ഞാനിവിടെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. കറക്റ്റ് ബൾബിൻ്റെ ഷേപ്പിൽ തന്നെ ആണെന്നില്ല, ജസ്റ്റ് ഒരു റഫ് ഷേപ്പ് മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത്ര മതി. പിന്നീട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം.
സോ ഇതാണ് ഒരു ബൾബിൻ്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഷേപ്പ്. ഇനി ഇതിന് നമുക്ക് മോഡിഫയർ ആഡ് ചെയ്യാം, ജനറേറ്റ് സ്ക്രൂ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ബൾബിൻ്റെ ഷേപ്പ് ഉണ്ട്, ബട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വന്നിട്ടില്ല. അതിനായി നമുക്ക് ഫസ്റ്റ് ഒറിജിന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസിൽ ഞാൻ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇതിനെ ടേൺ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഇതിനെ കുറച്ചും കൂടി മുകളിലേക്ക് ആക്കുന്നു. അതേപോലെ ഈ ഒരു കുറച്ച് 2-3 വേർട്ടെക്സ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇത് ക്ലോസ് ചെയ്യാനായി ഈ ഒരു വേർട്ടെക്സ് എക്സ്ട്രൂഡ് ചെയ്താൽ മതി. ഇനി ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കാനായി നിങ്ങൾക്ക് മെർജ് ഓപ്ഷൻ ടിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ വാല്യൂ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ പോയി. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ആകെ ഞാൻ കുറച്ച് വേർട്ടിസസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ സബ് ഡിവിഷൻ മോഡിഫയർ ആഡ് ചെയ്താൽ ഈ വേർട്ടെക്സിൻ്റെ ഒക്കെ ഇടയിൽ കൂടുതൽ വേർട്ടെക്സ് ആഡ് ചെയ്ത് ഇതിനെ സ്മൂത്തായി നമുക്ക് ഈ സബ് ഡിവിഷൻ സർഫേസ് ചെയ്തു തരും. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം ജനറേറ്റ് സബ് ഡിവിഷൻ സർഫേസ്. സോ ഇവിടെ നമുക്ക് ഇപ്പോൾ സ്മൂത്തായി കിട്ടി. എന്നിട്ട് ഇതിനെ ഇവിടെ വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. സോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മൂത്ത്നെസ് കൂടും, അതേപോലെ തന്നെ ജിയോമെട്രിയും കൂടുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇതിൻ്റെ പ്രൊഫൈൽ ഇതേപോലെയാണ്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേർട്ടിസസ് കാണാൻ വേണ്ടി പറ്റും. സോ സബ് ഡിവിഷൻ അതാണ്. സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ഇടയിൽ വേർട്ടെക്സ് ആഡ് ചെയ്യും, എന്നിട്ട് അതിനെ സ്മൂത്ത് ചെയ്യും. ഓക്കെ, ഞാൻ അൺഡു ചെയ്യാന്ന്. എന്നിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാം. ഇനി ഞാൻ കുറച്ചും കൂടി ഇതിനെ എഡിറ്റ് ചെയ്യുന്നു. അതേപോലെ ഈ 3 ഔട്ടർ വേർട്ടിസസ് ഞാൻ ഈ ഒരു ആക്സിസിൽ ഒരേപോലെ ചെയ്യുന്നു. അതിനായി SX0 പ്രസ് ചെയ്താൽ ഈ ഒരു ആക്സിസിൽ സെയിമായി അലൈൻ ആവുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് ചെയ്യാം, എക്സ്ട്രൂഡ് ചെയ്യാം ഇതേപോലെ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഉള്ളിലോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, ഞാനിത് വീണ്ടും സെലക്ട് ചെയ്ത് അലൈൻ ചെയ്യുന്നു. ഇനി ഇതിനെ എക്സ്ട്രൂഡ് ചെയ്ത് ഉള്ളിലോട്ടേക്ക് മേർജ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ബൾബിൽ ഇനിയൊരു പ്രോബ്ലം ഉണ്ട്. അതായത് ഇവിടെ ഈ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു ആർട്ടിഫാക്റ്റ് കാണാൻ പറ്റും, ആഡ് ക്യാപ്പ് ടേൺ ഓൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇതേപോലത്തെ ആർട്ടിഫാക്റ്റ് കാണാം, ഇവിടെയും കാണാൻ പറ്റും. സോ അത് സോൾവ് ആക്കാനായി നിങ്ങൾക്ക് ഈ സബ് ഡിവിഷൻ സർഫേസ് മുകളിൽ വെക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു പ്രൊഫൈലിനെ സബ് ഡിവൈഡ് ചെയ്യും, ഈ ലെവൽ 2-ൽ തന്നെ വെക്കാം. എന്നിട്ട് സ്ക്രൂവിൽ വന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ എത്ര സ്മൂത്ത്നെസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയിൽ അഡ്ജസ്റ്റ് ആക്കി വെക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു 50 കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ റെൻഡറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും 50 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ക്വിക്കായി പറയുകയാണെങ്കിൽ, ആദ്യം നമ്മളൊരു പ്രൊഫൈൽ ആഡ് ചെയ്തു. ഈ ഒരു പ്രൊഫൈലാണ് നമ്മൾ ആഡ് ചെയ്തത്. എന്നിട്ട് ആദ്യം നമ്മൾ സബ് ഡിവിഷൻ ചെയ്തു. സബ് ഡിവൈഡ് ചെയ്ത ഈ ഒരു ലൈന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഈ സ്മൂത്ത് ചെയ്ത ലൈന്. അപ്പോൾ ആദ്യം ഈ സബ് ഡിവൈഡ് ചെയ്തു. ഞാനിത് 1-ൽ പ്രസ് ചെയ്താൽ കാണാൻ പറ്റും. ഇപ്പോൾ സ്മൂത്ത്നെസ് കുറഞ്ഞു വന്നു. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്യുന്നതോടെ സ്മൂത്ത്നെസ് ഇൻക്രീസ് ആവും. എന്നിട്ട് നമ്മൾ സ്ക്രൂ മോഡിഫയർ ആഡ് ചെയ്തു. സ്ക്രൂവിൽ നമ്മൾ ഇതിൻ്റെ ആംഗിൾ നമ്മൾ 360 ഡിഗ്രി വെച്ചു. ഓക്കെ, ഈ ഒറ്റൊരു പ്രൊഫൈലിലാണ് നമ്മൾ ഇതിൻ്റെ ആംഗിൾ 360 ഡിഗ്രിയിൽ വെച്ചത്. എന്നിട്ട് നമ്മളിവിടെ ഇതിൻ്റെ
ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്തു. അത്രയാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ഈ ഒരു ബൾബ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു ഫ്ലവർ വേസും കൂടി ഉണ്ടാക്കാം. സോ അതിൽ നമ്മൾ പുതിയൊരു മോഡിഫയർ ആഡ് ചെയ്യുന്നു. സോളിഡിഫൈ മോഡിഫയർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലവർ വേസ് ചെയ്യാം. ആദ്യമായി ഒരു പ്ലെയിൻ ആഡ് ചെയ്യാം മുമ്പത്തെ പോലെ തന്നെ. എന്നിട്ട് എഡിറ്റ് മോഡിൽ വരാം, എം പ്രസ് ചെയ്യുക, അറ്റ് സെൻറ്റർ. അപ്പോൾ ഒറ്റൊരു വേർട്ടെക്സ് നമുക്കിവിടെ കിട്ടി. എന്നിട്ട് എഡിറ്റ് മോഡിലാണെന്ന് ഉറപ്പ് വരുത്തുക. ഫ്രണ്ട് വ്യൂവിൽ വന്ന് നമുക്ക് റഫായി ഇതിൻ്റെ ഷേപ്പ് വരക്കാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ റെഫറൻസ് എടുത്ത് ട്രേസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റഫായിട്ടാണ് ചെയ്യുന്നത്, പിന്നീട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫൈല്. സോ മോഡിഫയർ ആഡ് ചെയ്യാം, സ്ക്രൂ മോഡിഫയർ. എന്നിട്ട് ഓപ്ഷൻ എഫക്റ്റ് ഓൺലി ഒറിജിൻസ്. എന്നിട്ട് ഇതേപോലെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു. അപ്പോൾ മൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കുറച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സബ് ഡിവിഷൻ സർഫേസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടാക്കാം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഒരു ആർട്ടിഫാക്റ്റ് വരുന്നുണ്ട്. സോ അത് ക്ലിയർ ആക്കാനായി ഈ സബ് ഡിവിഷന് സ്ക്രൂ മോഡിഫയറിൻ്റെ മുകളിലായി വെക്കാം. ഇനി സ്ക്രൂ മോഡിഫയർ എക്സ്പാൻഡ് ചെയ്ത് ഇതിൻ്റെ സ്റ്റെപ്പ് വ്യൂ പോർട്ട് ഈ സ്റ്റെപ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതേപോലെ റെൻഡറിൻ്റെയും. ഓക്കെ, ഇനി വെയ്സിന് നമുക്ക് തിക്നെസ് കൊടുക്കാം. അതിന് മുമ്പായി ഈ ഒരു വേർട്ടെക്സ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു വേർട്ടെക്സ് വേണ്ട. ഓക്കെ, അപ്പോൾ ഈ വെയ്സിന് തിക്നെസ് കൊടുക്കാനായി നമുക്ക് സോളിഡിഫൈ മോഡിഫയർ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ സോളിഡിഫൈ ഉണ്ട്, സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ തിക്നെസ് ഉള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്താൽ നമുക്കിത് തിക്കായിട്ട് കിട്ടുന്നത് കാണാൻ പറ്റും. സോ ഈ വെയ്സിൻ്റെ വയർ ഫ്രെയിമിൽ പോയാൽ നമുക്കിവിടെ സോളിഡിഫൈ ആഡ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അൺഹൈഡ് ചെയ്താൽ ഇതിൻ്റെ തിക്നെസ് ഉള്ളിലോട്ടേക്ക് എല്ലാ ഭാഗത്തും ആഡായത് കാണാൻ പറ്റും. അപ്പോൾ അതിനാണ് സോളിഡിഫൈ ഉപയോഗിക്കുന്നത്, ഇവിടെ ഒരു മെഷീന് തിക്നെസ് ജനറേറ്റ് ആക്കാൻ. സോ ഇവിടെ നമ്മൾ വെയ്സ് ചെയ്ത് കഴിഞ്ഞ് അടുത്തതായി നോക്കാൻ പോകുന്ന മോഡിഫയറാണ് മിറർ മോഡിഫയർ. സോ ഞാനൊരു ക്യൂബ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ആഡ് മോഡിഫയർ, ജനറേറ്റ് മിറർ മോഡിഫയർ. സോ മിറർ മോഡിഫയർ വെച്ച് നമുക്ക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ എക്സാക്റ്റ് മിറർ കോപ്പി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ ആ മിറർ കാണാൻ പറ്റില്ല, കാരണം അത് ഒറിജിൻ പോയിന്റ് നിന്നാണ് മിറർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്യൂബിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഈ ക്യൂബ് മൂവ് ചെയ്താൽ ഈ ഒരു മിറർ കോപ്പി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒന്നറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് ഒറിജിൻ പോയിന്റിൽ നിന്നാണ് മിറർ ആവുന്നത്. അതായത് ഇപ്പോൾ ഈ ക്യൂബിൻ്റെ ഒബ്ജക്റ്റ് മോഡിൽ പോയി മൂവ് ചെയ്താൽ ആ ഒരു മിറർ കാണില്ല, കാരണം ഒറിജിൻ പോയിൻറ്റിൻ്റെ അവിടെ തന്നെ മിറർ ആകുന്നുണ്ട്. പക്ഷേ എഡിറ്റ് മോഡിൽ വന്ന് ഈ ഒരു മെഷ് മൂവ് ചെയ്താലേ നമുക്ക് ആ മിറർ കോപ്പി കിട്ടും, കാരണം ഒറിജിൻ പോയിൻറ്റിൽ നിന്ന് മിറർ ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും സെയിമായി. സോ ഒറിജിൻ പോയിന്റിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസാണ് മിററായിട്ട് നമുക്ക് ഈ ഭാഗം കാണിക്കുന്നത്. അപ്പോൾ ഇത് എക്സ് ആക്സിസിലാണ് മിററായിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ വൈ ആക്സിസിൽ ചെയ്യാം. സോ വൈ ആക്സിസ് ആകുമ്പോൾ സെയിം തന്നെയാണ്. ഇതിൻ്റെ ഒറിജിൻ ഇപ്പോൾ സെൻട്രലാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ മൂവ് ചെയ്താൽ വൈ ആക്സിസിലും നമുക്ക് മിററായി കിട്ടും. അതേപോലെ തന്നെയാണ് സെഡ് ആക്സിസും.
ഓക്കെ, പിന്നെ ഉള്ളതാണ് മിറർ ഒബ്ജക്റ്റ്. അത് പിന്നീട് ഒരു സീൻ ബിൽഡ് ചെയ്യുമ്പോൾ കാണിക്കാം. പിന്നെ ഉള്ളതാണ് ക്ലിപ്പിങ്. സോ ഇത് നിങ്ങൾ മിറർ ചെയ്യുമ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും. കാണിച്ചു തരാം. സോ ഇവിടെ ഈ മെഷ് ഉണ്ട്. ഞാൻ എക്സ് ആക്സിൽ ഇത് മിറർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു മെഷ് മിററായിട്ടുള്ള മെഷിൻ്റെയൊക്കെ ഓവർലാപ്പാണ് ചെയ്യുന്നുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ ഞാനിപ്പോൾ ക്ലിപ്പിംഗ് എനേബിൾ ചെയ്ത് ഇത് മൂവ് ചെയ്താൽ ആ ഒരു ഓവർലാപ്പ് പിന്നെ ഉണ്ടാവില്ല. സോ ഇത് ഈ മിററും ഒറിജിനൽ മെഷും രണ്ടും ജോയിൻ ആയിട്ടായിരിക്കും പിന്നെ ഉണ്ടാവുന്നത്. സോ ഇത് ഡിസേബിൾ ചെയ്താൽ ക്ലിപ്പിംഗ് റിമൂവായി ഓവർലാപ്പ് ആവുന്നതായിരിക്കും. ഇനി ഈ ഒരു സൈഡ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ മിറർ സൈഡിലും അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സോ ഇത്രയാണ് മിറർ മോഡിഫയറിനെ കുറിച്ച് ബേസിക്കായി അറിയാനുള്ളത്. ആൻഡ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഞാനിവിടെ ഒരു സിലിണ്ടർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് വൈ ആക്സിസിൽ ഞാൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ RY90. ശേഷം എഡിറ്റ് മോഡിൽ പോവാം. അതേപോലെ നമുക്ക് മിറർ മോഡിഫയറും ആഡ് ചെയ്യാം. സോ ജനറേറ്റ് മിറർ. എന്നിട്ട് Z ആക്സിസ് ആണ്, കാരണം ഈ സിലിണ്ടറിൻ്റെ ലോക്കൽ ആക്സിസ് ആണ് ഇത് നോക്കുന്നത്. സോ ഇതിൻ്റെ Z ആക്സിസിൽ നമുക്ക് ഇതിനെ മിറർ ചെയ്യണം. കാരണം സിലിണ്ടറിൻ്റെ ലോക്കൽ ആക്സിസ് Z ആണ്. അപ്പോൾ Z ആക്സിസിലാണ് നമ്മൾ മിറർ മോഡിഫയർ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്ലിപ്പിംഗ് എനേബിൾ ചെയ്യാം. സോ ഇതേപോലെ ജോയിൻ ആയിട്ടാണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാം. ഇതേപോലെ കുറച്ചും കൂടി മൂവ് ചെയ്യാം. എന്നിട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഈ പ്രസ് ചെയ്യാം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാം. ഇതേപോലെ കുറച്ചും കൂടി സ്കെയിൽ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഈ പ്രസ് ചെയ്യാം. ഓക്കെ സർ, ജസ്റ്റ് ഈ ഒരു സൈഡ് നമ്മൾക്ക് ചെയ്താൽ മതി. അപ്പുറത്തെ സൈഡ് മിററായി വന്നോളും. ആൻഡ് വീണ്ടും ഒരു മോഡിഫയർ ആഡ് ചെയ്യുന്നു, ബെവൽ മോഡിഫയർ. എന്നിട്ട് ഇതിൻ്റെ എമൗണ്ട് ഞാൻ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ സെഗ്മെൻറ്റ്സും. ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. ആൻഡ് ഇതിന് ഒരു സബ് ഡിവിഷൻ സർഫേസും കൂടി ആഡ് ചെയ്യാം. സോ ജനറേറ്റ് സബ് ഡിവിഷൻ. എന്നിട്ട് ഇത് 1 or 2 വെക്കാം. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ബെവൽ കൊടുക്കാം. സോ എഡ്ജ് മോഡ് സെലക്ട് ചെയ്ത് ഇത് ടേൺ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് ചെറിയ രീതിയിൽ ഇവിടെ മാനുവലായിട്ട് നമുക്ക് ബെവലിംഗ് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. സോ Ctrl+R പ്രസ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ശേഷം ഫേസ് മോഡിൽ വന്ന് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആൾട്ട് S പ്രസ് ചെയ്ത് ഇതേപോലെ സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ടാണ് പോകുന്നുള്ളത്. സോ ഇവിടെ ഹാർഡാക്കാനായി നിങ്ങൾക്ക് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. സോ ഈ ഒരു ലൂപ്പിൻ്റെ അടുത്തായി വേറൊരു ലൂപ്പ് കട്ട് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം. അതേപോലെ ഇവിടെയും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റഫായിട്ടുള്ള എഡ്ജ് കിട്ടി. ഇനി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇതിൻ്റെ ബെവൽ ഞാൻ കുറച്ചൊന്ന് കുറയ്ക്കുന്നു. ഓക്കെ, ഇനി ഈ ഡംബലിന് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാം. സോ ഇവിടെ ആദ്യം ഞാനൊരു ബോൾട്ട് ആഡ് ചെയ്യുന്നു. അതിനായി ഷിഫ്റ്റ് സിലിണ്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വേർട്ടീസസിൽ വന്ന് 8 ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. സോ RY90 പ്രസ് ചെയ്യാം. എന്നിട്ട് ഇത് എഡിറ്റ് മോഡിൽ പോയി ചെറുതായി ഒന്ന് സ്കെയിൽ ചെയ്യാം. അതേപോലെ SX പ്രസ് ചെയ്ത് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ഒബ്ജക്റ്റ് മോഡിൽ പോവാം. എന്നിട്ട് ഇത് മൂവ് ചെയ്യാം. ഓക്കെ,
ആൻഡ് ഇത് പെർഫെക്റ്റ് സെൻറ്ററിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡംബൽ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യാം. ഫേസ് മോഡിൽ വന്ന് ഈ ഫേസ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് എസ് കഴ്സർ ടു സെലക്റ്റഡ്. അപ്പോൾ ഇത് പെർഫെക്റ്റ് സെൻറ്ററിലാണെന്നുള്ളത്. എന്നിട്ട് ഈ ഒരു ബോൾട്ട് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് എസ് സെലക്ഷൻ ടു കഴ്സർ. അപ്പോൾ അത് കഴ്സറിലേക്ക് സ്നാപ്പ് ആവും. അപ്പോൾ പെർഫെക്റ്റ് സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇത് നമുക്ക് മിറർ ചെയ്യണം. സോ അതിനായി ആഡ് മോഡിഫയർ ജനറേറ്റ് മിറർ. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഒരു ഡംബൽ പെർഫെക്റ്റ് സിമെട്രിയിലാണെന്നുള്ളത്. നമ്മൾ മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈ ഒരു സാധനം ഈ ഒരു ബോൾട്ടും അതേപോലെ ഇവിടെ മിററാണ്. അതിനായി നമുക്ക് മിറർ ഒബ്ജക്റ്റിൽ ഇവിടെ വന്ന് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ അതേ പെർഫെക്റ്റ് സിമെട്രിയിൽ തന്നെ ഇവിടെയും ബോൾട്ട് ആഡ് ആവും. സോ നിങ്ങൾക്ക് ഈ ഒരു ബോൾട്ടിൻ്റെ ഒറിജിൻ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് മിറർ ഒബ്ജക്റ്റിൽ വരാം. ഈ ഒരു ഡ്രോപ്പർ സെലക്ട് ചെയ്ത് ഈ ഒരു ഡംബൽ സെലക്ട് ചെയ്യാം. സോ സെലക്ട് ചെയ്ത ഉടനെ ഇവിടെ കാണില്ല, കാരണം ആക്സിസ് എക്സിലാണുള്ളത്. സോ ഈ ഒരു സിലിണ്ടറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്താണ്. അപ്പോൾ ഇതിൻ്റെ ലോക്കൽ ആക്സിസ് സെഡ് ആണ്. സോ ഇവിടെ കാണാം ബ്ലൂ സെഡ് ആക്സിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലോക്കൽ ആക്സിസിൽ നമ്മൾ സെറ്റ് ചെയ്യണം. സോ ഇവിടെ എക്സ് ഡിസേബിൾ ചെയ്ത് ഇവിടെ സെഡ് എനേബിൾ ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഇപ്പോൾ മിററായി കാണാം. ഇനി ഇതിന് വേണമെങ്കിൽ ബെവലിങ് ആഡ് ചെയ്യാം. സോ ജനറേറ്റ് ബെവൽ, എന്നിട്ട് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സെഗ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ മിറർ മോഡിഫയർ ഉപയോഗിച്ച് ഇതേപോലത്തെ സിമെട്രിക് ആയിട്ടുള്ള ഒബ്ജക്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതുവരെ ചെയ്ത മോഡൽസിൻ്റെ ബ്ലെൻഡർ ഫയൽ സേവ് ചെയ്ത് വെക്കാം. സോ ഇവിടെ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ആൻഡ് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. സോ ന്യൂ ജനറൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ പുതിയൊരു ബ്ലെൻഡർ ഫയൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഈ ഒരു ക്യാമറ ലൈറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. എക്സ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ശേഷം ഈ ക്യൂബ് സെലക്ട് ചെയ്ത് ഇതിനെ ഞാൻ സെഡ് ആക്സിസിൽ മൂവ് ചെയ്യുന്നു. സോ കൺട്രോൾ പ്രസ് ചെയ്താണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സ്നാപ്പ് ആവും. എന്നിട്ട് ഞാൻ ഇവിടെ സർഫേസിൽ വെക്കുന്നു. എന്നിട്ട് ഈ ക്യൂബ് ചെറുതായി ഒന്ന് സ്കെയിൽ ചെയ്യാം. സോ എക്സ് ആക്സിസിൽ ചെറുതായി ഒന്ന് സ്കെയിൽ ചെയ്യുന്നു ഇതേപോലെ. ആൻഡ് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഈ ഒരു ഒറിജിനൽ പൊസിഷനിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഇത് ചെറുതായി സ്കെയിൽ ചെയ്യാം. ആൻഡ് ഇത് വൈ ആക്സിസിൽ മൂവ് ചെയ്യാം. ഇനി ഈ ക്യൂബ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ക്യൂബ് സെലക്ട് ചെയ്യാം. ആൻഡ് ബൂളിൻ ഓപ്പറേഷൻ നടത്താം. സോ ബൂൾ ടൂളിലെ ഷോർട്ട് കട്ട് കീ കൺട്രോൾ ഷിഫ്റ്റ് ബി പ്രസ് ചെയ്യാം. എന്നിട്ട് എനിക്ക് ബ്രഷ് ബൂളിനാണ് വേണ്ടത്. സോ എനിക്ക് പിന്നീട് എന്തെങ്കിലും ചേഞ്ച് നടത്താനുണ്ടെങ്കിൽ ഇത് സഹായിക്കും. സോ ഇവിടെ ബ്രഷ് ബൂളിനിൽ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇതേപോലെ കട്ടായി വന്ന് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നീക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്യാവിറ്റി എനേബിൾ ചെയ്യാം. അതേപോലെ മാറ്റ് ക്യാപ്പ് ടേൺ ഓൺ ചെയ്ത് വെക്കാം. സോ നിങ്ങൾക്കിത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇനി ഈ ക്യൂബ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ വന്ന് ഷിഫ്റ്റ് സെഡ് പ്രസ് ചെയ്യാം. സോ ഇതേപോലെ നമുക്ക് കാണാം. എന്നിട്ട് ഫേസ് മോഡിൽ വന്ന് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. സബ് ഡിവൈഡ് ഒരു 4 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാൻ സബ് ഡിവൈഡ് ചെയ്യാൻ കാരണം നമുക്ക് ഈ ഒരു സ്ക്രീന്, സോ ഇതൊരു കമ്പ്യൂട്ടറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീന് ജസ്റ്റ് ഒന്ന് കേർവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. സോ ഇത് മൂവ് ചെയ്യാനായി നമുക്ക് പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് ഉപയോഗിക്കാം. സോ ഇത് എനേബിൾ ചെയ്യാം. എന്നിട്ട് ഈ ഒരു മിഡിൽ എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാം. സോ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ആവും. എന്നിട്ട് മൂവ് ചെയ്യുക. ജി പ്രസ് ചെയ്ത് വൈ പ്രസ് ചെയ്യുക. സോ വൈ ആക്സിസിലാണ് ഇതിപ്പോൾ മൂവ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് ഇതിൻ്റെ സർക്കിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനായി നിങ്ങൾക്ക് മൗസിൻ്റെ സ്ക്രോൾ വീൽ ഉപയോഗിക്കാം. സോ ഇതേപോലെ ഈ ഒരു സർക്കിൾ വലുതാക്കി ചെറുതായി ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ലൈന് കാണാൻ പറ്റും, ഒരു ഹാർഡായിട്ടുള്ള ലൈന്. സോ അത് ഇല്ലാതാക്കാനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കുക. അതേപോലെ ഈ ക്യൂബ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കുക.
ആൻഡ് മറക്കുന്നതിന് മുമ്പ് വേഗം ഒന്ന് സേവ് ആക്കി വെക്കാം. സോ ഫയൽ, സേവ്, ആൻഡ് നിങ്ങൾക്ക് വേണ്ട ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കാം. ആൻഡ് ഇനി ഈ ക്യൂബ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോവാം. എന്നിട്ട് ഈ ഒരു ഫേസ് മോഡിൽ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് ചെറുതായി ഒന്ന് ഈ പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് ഡിസേബിൾ ചെയ്യാം. എന്നിട്ട് ചെറുതായി ഒന്ന് താഴോട്ടേക്കായി മൂവ് ചെയ്യാം. സോ ഇവിടെ ഈ ഒരു ഏരിയ എനിക്ക് ബട്ടൺസ് ആഡ് ചെയ്യാനായി ഉപയോഗിക്കാം. ആൻഡ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇത് അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഈ ഒരു ഭാഗം നോക്കാം. സോ ആദ്യമായി എഡിറ്റ് മോഡിൽ പോന്ന് എന്നിട്ട് ഇത് വൈ ആക്സിസിൽ ഇതേപോലെ ചെറുതാക്കി വെക്കാം. എന്നിട്ട് ഈ പ്രസ് ചെയ്യാം, എക്സ്ട്രൂഡ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം, എന്നിട്ട് വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം ആൻഡ് വീണ്ടും സ്കെയിൽ ചെയ്യാം. ഇനി ഈ ഒരു ഏരിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു. ഈ ഫേസ് സെലക്ട് ചെയ്ത് തന്നെ വൈ ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് വ്യൂവിൽ വരാം. റൈറ്റ് വ്യൂവിൽ വന്ന് ഷിഫ്റ്റ് സെറ്റ് പ്രസ് ചെയ്ത് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ വൈ ആക്സിസിൽ ചെറുതായി മൂവ് ചെയ്യാം. അതേപോലെ എഡ്ജ് മോഡിൽ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് ചെറുതായി സ്കെയിൽ ചെയ്യാം. എന്നിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്യാം, ഇതും ചെറുതായി ഒന്ന് സ്കെയിൽ ചെയ്യാം. ആൻഡ് ഇനി ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാം, ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് റൈറ്റ് വ്യൂവിൽ പോവാം. റൈറ്റ് വ്യൂവിൽ പോയ ശേഷം ചെറുതായി ഒന്ന് സ്കെയിൽ ചെയ്യാം. സോ Z പ്രസ് ചെയ്ത് Z ആക്സിസിൽ മാത്രം ഇങ്ങനെ ചെറുതായി ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. ഇനി ബെവൽ മോഡിഫയർ ആഡ് ചെയ്യാം. സോ മോഡിഫയറിൽ വന്ന് ആഡ് മോഡിഫയർ, ജനറേറ്റ് ബെവൽ. ആൻഡ് ഈ ഒരു ബെവൽ മോഡിഫയർ ഞാൻ ബൂളിയൻ ടൂളിൻ്റെ മുകളിലായി വെക്കുന്നു. സോ ഫസ്റ്റ് ബെവൽ മോഡിഫയർ അപ്ലൈ ചെയ്ത ശേഷം ബൂളിയന് അപ്ലൈ ആവും. ആൻഡ് ഇതിൻ്റെ എമൗണ്ട് ചെറുതായി ഒന്ന് ഡിക്രീസ് ചെയ്യുന്നു. അതേപോലെ സെഗ്മെൻറ്റ്സ് 3 വെക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഏരിയ നോക്കാം. സോ ഇവിടെ ഞാൻ ഫേസ് മോഡിൽ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് ഈ ഒരു ഫേസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം ആൻഡ് സ്കെയിൽ ചെയ്യാം. സോ ഏകദേശം ഇത്ര സ്കെയിൽ ചെയ്ത ശേഷം നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ആൻഡ് ഇത്ര എക്സ്ട്രൂഡ് ചെയ്ത ശേഷം വീണ്ടും ഈ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യാം. ഇനി ഇത് നമുക്ക് സ്കെയിൽ ചെയ്യാം. സോ ഇതേപോലെ സ്കെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് വ്യൂവിൽ പോവാം. എന്നിട്ട് ഇതേപോലെ മാച്ച് ആകുന്നുണ്ടാവും നോക്കാം. സ്കെയിൽ ചെയ്ത ശേഷം ഇവിടെ ഞാൻ റൈറ്റ് വ്യൂവിൽ പോയാൽ ഈ ഒരു ഭാഗവും ചെരിഞ്ഞിട്ടാണുള്ളത്. സോ ഇതെനിക്ക് ഫ്ലാറ്റായിട്ട് വേണം. അതിനായി Z0 പ്രസ് ചെയ്താൽ Z ആക്സിസിൽ സ്കെയിൽ 0 ആയിരിക്കും. സോ അപ്പോൾ ഇത് ഈ ഒരു ഏരിയ ഫ്ലാറ്റായിട്ട് വരും. എന്നിട്ട് ഇത് എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഈ പ്രസ് ചെയ്ത് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം വേണ്ട രീതിയിൽ. ഇനി ചെറുതായി ഈ ഒരു സൈസ് ഇതിൻ്റെ ഈ ഒരു ഏരിയൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. സോ റൈറ്റ് വ്യൂവിൽ വന്ന് എഡിറ്റ് മോഡിൽ പോവാം. ഈ ഒരു വേർട്ടെക്സിൽ വന്ന് ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്യാം. സോ ഇത്ര ഭാഗം സെലക്ട് ചെയ്ത് G പ്രസ് ചെയ്ത് Y പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്ത് S പ്രസ് ചെയ്യാം. സോ മോണിറ്ററിൻ്റെ ബേസ് ഏകദേശം റെഡിയായി. ഇനി നമ്മൾക്ക് ബൂളിയൻ ആഡ് ചെയ്യാം. സോ കുറേ ഇവിടെ കട്ട്, ഇവിടെ ബട്ടൺസ്, അതേപോലെ ഇവിടെയുള്ള എയർ വെൻറ്റ്സ് അതൊക്കെ ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ബാക്ക് സൈഡ് തുടങ്ങാം. ഇവിടെ നമുക്ക് ഒരു എയർ വെൻറ്റ്സ് ആഡ് ചെയ്യാം.
അതിനായി ഇവിടെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. സോ കേഴ്സർ ഇവിടെ വന്ന് 3D കേഴ്സർ, എന്നിട്ട് ഷിഫ്റ്റ് എ ക്യൂബ് ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ സൈസ് സ്കെയിൽ ഡൗൺ ചെയ്ത് ആൻഡ് എഡിറ്റ് മോഡിൽ പോവാം. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗം നമുക്ക് ഡിക്രീസ് ചെയ്യാം, Z ആക്സിസ് ഇതേപോലെ. എന്നിട്ട് വേണമെങ്കിൽ X ആക്സിസിൽ ഇതേപോലെ ഇൻക്രീസ് ചെയ്യാം. ഇനി ഇതിനെ താഴെയായിട്ട് ഞാൻ മൂവ് ചെയ്യുന്നു. എന്നിട്ട് ആഡ് മോഡിഫയർ, അറേ മോഡിഫയർ ആഡ് ചെയ്യാം. ആൻഡ് X 0 ചെയ്ത് ഞാൻ Z കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഇതേപോലെ കൗണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇനി ഇത് സെലക്ട് ചെയ്ത് മോണിറ്റർ സെലക്ട് ചെയ്യാം. Ctrl+Shift+B ബ്രഷ് ബൂളിയൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കിട്ടി. എന്നിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ എഡിറ്റ് മോഡിൽ വന്ന് ഈ ഒരു ക്യൂബ് Y പ്രസ് ചെയ്ത്, സോറി ഈ ഒരു ബൂളിയൻ മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് Y പ്രസ് ചെയ്ത് ഇതേപോലെ സ്കെയിൽ ഡൗൺ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ഇനി ഈ ഒരു സൈഡിലും കൂടി ക്രിയേറ്റ് ചെയ്യാനായി മിറർ മോഡിഫയർ ആഡ് ചെയ്യാം. സോ ജനറേറ്റ് മിറർ മോഡിഫയർ, എന്നിട്ട് ഈ X ആക്സിസ് ടേൺ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കറിയാം ഈ ഒരു കമ്പ്യൂട്ടർ ഇപ്പോൾ സിമെട്രിയിലാണെന്നുള്ളത്. സോ ഇവിടെ മിറർ ഒബ്ജക്റ്റിൽ വന്നിട്ട് ഈ ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ശേഷം X ആക്സിസ് എനേബിൾ ചെയ്താൽ ഇവിടെയും മിററായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതായി. ഇനി ഈ ഒരു സൈഡിൽ വരാം. എന്നിട്ട് ഇവിടെ ബട്ടൺസ് ആഡ് ചെയ്യാം. ആൻഡ് ഇവിടെ ബട്ടൺസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് എല്ലാം സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. Shift+D പ്രസ് ചെയ്ത് എന്നിട്ട് X ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്യാം. ആൻഡ് ഈ ഒരു കോപ്പി നമുക്ക് ബാക്കപ്പായി വെക്കാം. സോ ഇവിടെ ചെയ്ത് എന്തെങ്കിലും എററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ നമുക്ക് ഈ ഒരു കോപ്പി ഉപയോഗിക്കാം. സോ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് M പ്രസ് ചെയ്യാം. സോ മൂവ് ടു കളക്ഷൻ, പുതിയൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇതിനെ ബാക്കപ്പ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ബാക്കപ്പ് അൺഹൈഡ് ചെയ്യാം, സോറി ഈ ഒരു ബാക്കപ്പ് ഹൈഡ് ചെയ്യാം. അതേപോലെ റെൻഡറിലും ഹൈഡ് ചെയ്യാം. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ തുടങ്ങാം. സോ ഇവിടെ കേഴ്സർ വെക്കുക. അപ്പോൾ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മെഷ് സിലിണ്ടർ, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാം. X ആക്സിസിൽ 90 ഡിഗ്രി സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് Y ആക്സിസിലും സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ഇനി ഇതിനും നമുക്ക് അറേ മോഡിഫയർ കൊടുക്കാം. സോ മോഡിഫയർ ജനറേറ്റ് അറേ മോഡിഫയർ, എന്നിട്ട് ഇത് ഞാൻ കോൺസ്റ്റൻറ്റ് ഓഫ്സെറ്റിൽ വെക്കുന്നു. ആൻഡ് ഇത് ഇതേപോലെ മൂവ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് വെക്കാം. സോ Shift+D പ്രസ് ചെയ്ത് വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ വെച്ച്, എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാം. Ctrl+Shift+B എന്നിട്ട് ഡിഫറൻസ്. സോ ഒരു പെയർ ഓഫ് സിലിണ്ടറിൽ നമുക്ക് ബൂളിനെ ആഡ് ചെയ്ത് ആൻഡ് ഈ പെയർ ഓഫ് സിലിണ്ടറിൽ നമുക്ക് സ്കെയിൽ ഡൗൺ ചെയ്യാം. സോ എഡിറ്റ് മോഡിൽ വന്ന് Alt+S പ്രസ് ചെയ്താൽ ഇതേപോലെ ഷ്രിങ്ക് ആവും. എന്നിട്ട് നമുക്ക് എഡിറ്റ് മോഡിൽ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് ബെവൽ ചെയ്യാം. സോ Ctrl+B പ്രസ് ചെയ്ത് ഇതേപോലെ ബെവൽ ചെയ്യുന്നു. ആൻഡ് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ആക്കി വെക്കാം ഉള്ളിലോട്ടൊക്കെയായി. ആൻഡ് ഓൾസോ വേണമെങ്കിൽ ചെറുതാക്കാം. സോ ഇത് സെലക്ട് ചെയ്ത് ഈ ഒരു
മെഷും സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് മോഡിൽ വന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുക ഇതേപോലെ. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് വരാം. എന്നിട്ട് ഇവിടെ കുറച്ച് ബൂളിയൻ ആഡ് ചെയ്യാം. സോ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കേഴ്സർ ഇവിടെ വെച്ച് എന്നിട്ട് മെഷ് ക്യൂബ് സ്കെയിൽ ഡൗൺ ചെയ്യാം. എന്നിട്ട് എസ് എക്സ് എന്നിട്ട് എസ് സെഡ് ആക്സിസിൽ സ്കെയിൽ ചെയ്യാം. ചെറുതായി ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിലും എറേ മോഡിഫയർ ആഡ് ചെയ്യാം. സോ ജനറേറ്റ് എറേ, എന്നിട്ട് എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. ഇതിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യാം. ഓൾസോ വേണമെങ്കിൽ നിങ്ങൾക്ക് ബെവലും ആഡ് ചെയ്യാം. സോ ജനറേറ്റ് ബെവൽ, ചെറിയ രീതിയിലൊരു ബെവൽ കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത്. എന്നിട്ട് നമുക്ക് ബൂളിയൻ അപ്ലൈ ചെയ്യാം. സോ കൺട്രോൾ ഷിഫ്റ്റ് ബി, ഡിഫറൻസ്. ആൻഡ് ഇതിൻ്റെ ബെവൽ പ്രോപ്പറായിട്ട് അപ്ലൈ ആയിട്ടില്ല. സോ അതിൻ്റെ കാരണം ഇതിൻ്റെ സ്കെയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. സോ കൺട്രോൾ എ പ്രസ് ചെയ്ത് നമുക്ക് സ്കെയിൽ എന്ന ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. സോ അത് ഡിഫോൾട്ടായിട്ട് മാറും. ആൻഡ് ഇപ്പോൾ ബെവൽ നേരെ ശരിക്കും കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഭാഗം കൂടി ചെയ്യാം. സോ ഇത് സെയിം ടെക്നിക്കാണ്. ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ക്യൂബ് ആഡ് ചെയ്യാം. എന്നിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യാം. എസ് എക്സ് പ്രസ് ചെയ്ത് എക്സ് ആക്സിസിൽ സ്കെയിൽ ചെയ്യുന്നു. അതേപോലെ ചെറുതായി ഒന്ന് മൂവ് ചെയ്യുന്നു. ഇനി ഈ ഒരു ക്യൂബ് ഞാൻ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. സോ ഷിഫ്റ്റ് ഡി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് ബി, ഡിഫറൻസ്. ആൻഡ് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്യൂബ് സെലക്ട് ചെയ്യുക ആൻഡ് സ്കെയിൽ ചെയ്യാം. സോ സ്കെയിൽ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സ്കെയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് എഡിറ്റ് മോഡിൽ വരാം. എഡിറ്റ് മോഡിൽ വന്ന് ആൾട്ട് എസ് ഇതേപോലെ ചെറുതായി ഒന്ന് സ്കെയിൽ ചെയ്യാം. ആൻഡ് ജി വൈ പ്രസ് ചെയ്ത് ഇതേപോലെ മൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഭാഗം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് 3D കർസർ വെക്കാം. ഷിഫ്റ്റ് എ ക്യൂബ് സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് വീണ്ടും ബൂളിയൻ ആഡ് ചെയ്യാം. സോ ഇപ്രാവശ്യം ഈ ഒരു ക്യൂബും പിന്നെ ഇതും സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് ബി, ഡിഫറൻസ്. ഇനി ഈ ക്യൂബ് ചെറുതായി ഒന്ന് ഫ്രണ്ടിലോട്ടേക്ക് മൂവ് ചെയ്യാം വൈ ആക്സിസിൽ. എന്നിട്ട് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഫേസ് മോഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്ത് ഇൻസെറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇത് ഇൻസെറ്റ് ചെയ്ത ഭാഗം എനിക്ക് സർക്കിളായിട്ട് വേണം. അതിനായി ആദ്യം കുറച്ച് ജോമെട്രി ആഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് സബ് ഡിവൈഡ് ചെയ്യാം ഇനിയൊരു പ്രാവശ്യം കൂടി. ആൻഡ് ഇത് സർക്കിളാക്കാനായി ഒരു ആഡ് ഓൺ ഉണ്ട്. ആൻഡ് ഈ ഒരു ഭാഗം സർക്കിൾ ഷേപ്പിലേക്ക് മാറ്റാനായി ഒരു ആഡ് ഓൺ എനേബിൾ ചെയ്യണം. സോ എഡിറ്റിൽ പ്രിഫറൻസിൽ വരാം. ആഡ് ഓൺസിൽ ലൂപ്പ് ടൂൾ എന്ന് അടിച്ചു കൊടുക്കാം. സോ ഇവിടെ ലൂപ്പ് ടൂൾ ഉണ്ടാവും, അത് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത ശേഷം എൻ പ്രസ് ചെയ്ത് നാവിഗേഷൻ ബാറിൽ വരാം. എന്നിട്ട് എഡിറ്റിൽ വന്ന് ലൂപ്പ് ടൂളിൻ്റെ അടിയിൽ ഈ ഒരു സർക്കിൾ ഉണ്ടാവും. സോ ഇത് സെലക്ട് ചെയ്താൽ ഇവിടെ സ്ക്വയർ എന്ന ഷേപ്പ് ഉണ്ടായത് സർക്കിളിലേക്ക് ട്രാൻസ്ഫോം ആവും. ഇനി ഇത് ചെറുതായി സ്കെയിൽ ചെയ്യാം. എന്നിട്ട് ഉള്ളിലോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഇവിടെ വയർ കണക്റ്റ് ആക്കുന്ന രീതിയിലുള്ള ഷേപ്പ് കിട്ടി. എന്നിട്ട് ഇതിനെ ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കുക. അതേപോലെ ഈ ഒരു മെഷും ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് ചേഞ്ച് വരുത്താം. അല്ലെങ്കിൽ അഡീഷണലി വേറെ ബൂളിയൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആഡ് ചെയ്ത് ക്രിയേറ്റീവ് ആവാം. ഇനി അതേപോലെ ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നു. സോ ഈ ഒരു മെഷ് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ ബൂൾ ടൂൾ ഞാൻ ഡിസേബിൾ ചെയ്യുന്നു. ആൻഡ് ഇത് ഫ്രണ്ടിലോട്ടേക്ക് കൊണ്ടുവരാം.
ഇവിടെ ഞാൻ സ്കെയിലൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് അഗെയിൻ Ctrl+Shift+B പ്രസ് ചെയ്ത് ബൂളിയൻ ചെയ്യാം. ആൻഡ് ഇതിന് ചെറുതായി ഉള്ളിലോട്ടേക്ക് മൂവ് ചെയ്യാം. ആൻഡ് 3D കഴ്സർ ഇതിൽ വെക്കാം. സോ Shift+S സെലക്ഷൻ കഴ്സർ ടു സെലക്റ്റഡ്. എന്നിട്ട് വീണ്ടും ഞാൻ ഒരു ക്യൂബ് ആഡ് ചെയ്യുന്നു. ഫ്രണ്ട് വ്യൂവിൽ വന്ന് ചെറുതാക്കുന്നു. X പ്രസ് ചെയ്ത് സ്കെയിൽ ചെയ്യുന്നു. അതേപോലെ Y ആക്സിസിലും സ്കെയിൽ ചെയ്യുന്നു. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. Ctrl+Shift+B ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അതും കട്ടായി കിട്ടി. സോ ഇനി എനിക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു എക്സ്ട്രൂഷൻ വേണം. സോ ഞാൻ ഇവിടെ എഡിറ്റ് മോഡിൽ പോയി Ctrl+R പ്രസ് ചെയ്ത് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. അതേപോലെ വീണ്ടും Ctrl+R പ്രസ് ചെയ്ത് ഇതിനടുത്തായി ഈ ലൂപ്പ് കട്ടും ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഫേസ് മോഡിൽ പോവാം. Alt ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. സോ Alt E പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ഫേസ് അലോങ് നോർമൽസ്. എന്നിട്ട് ഇതേപോലെ ഉള്ളിലോട്ടേക്കായി എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലൊരു ഡീറ്റെയിൽ നമുക്ക് കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ഇതേപോലത്തെ ഡീറ്റെയിൽസ് വേണ്ടെടുത്ത് ആഡ് ചെയ്യാം. ഓൾസോ ഇവിടെ ഒരു LED ലൈറ്റ് ആഡ് ചെയ്യാം. സോ ഇവിടെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മെഷ് സിലിണ്ടർ, എന്നിട്ട് X ആക്സിസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ആൻഡ് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. എന്നിട്ട് Z പ്രസ് ചെയ്ത് ഇതേപോലെ മുകളിലേക്ക് വെക്കാം. എന്നിട്ട് ഇത് ചെറിയ രീതിയിൽ ബെവലിംഗ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. സോ Shift+D പ്രസ് ചെയ്ത് ഇവിടെയും കൂടി ഒന്ന് വെക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ വീണ്ടും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ ഒന്നും കൂടി വെക്കാം. സോ GX, ആൻഡ് ഇത് ചെറുതായി ഒന്ന് ഉള്ളിലോട്ടേക്കായി മൂവ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ബാക്കപ്പ് കോപ്പി വെച്ച ശേഷം ഇതിൽ നിങ്ങൾക്ക് തോന്നുന്ന ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വേണ്ടിടത്തൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റീവായി ചിന്തിച്ച് ഈ ഒരു മോഡലിന് നിങ്ങൾ തന്നെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായി ഒരു റൂം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതിന് മുമ്പായി ഒരു ഫാനും കൂടി മോഡൽ ചെയ്യാം. സോ ഞാൻ ഇത് പ്രസ് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് X ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്യാം. ആൻഡ് ഇവിടെ വെക്കാം. ഇനി ഞാനിതിനെ ഹൈഡ് ചെയ്യുന്നു. ആൻഡ് Shift+S കഴ്സർ ടു വേൾഡ് ഒറിജിൻ. ഇനി ഒരു സിലിണ്ടർ ആഡ് ചെയ്യാം. സോ Shift+A മെഷ് സിലിണ്ടർ. എന്നിട്ട് സിലിണ്ടറിൻ്റെ വേർട്ടിസസ് 64 ആക്കി വെക്കാം. ആൻഡ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. X 90 ഡിഗ്രി. എന്നിട്ടിത് സ്കെയിൽ ഡൗൺ ചെയ്യാം. സ്കെയിൽ ഡൗൺ ചെയ്ത ശേഷം എഡിറ്റ് മോഡിൽ പോവാം. ആൻഡ് ഇതിനെ ഫോക്കസ് ചെയ്യാനായി നിങ്ങൾക്ക് വ്യൂ ഫ്രെയിം സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് നംപാഡ് പീരിയഡ് കീ, അല്ലെങ്കിൽ ബാക്ക് ടിക്ക് അടിച്ച് വ്യൂ സെലക്ട് അടിച്ചാൽ ഇതേപോലെ ഫോക്കസ് ചെയ്യാനും പറ്റും. ഇനി ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി Y ആക്സിസിൽ സ്കെയിൽ ചെയ്യാം. എന്നിട്ട് എഡ്ജ് മോഡിൽ തന്നെ Alt ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യാം, എഡ്ജ് ലൂപ്പ്. ആൻഡ് ഇത് സ്കെയിൽ ചെയ്യാം. ആൻഡ് ഒന്നും കൂടി എക്സ്ട്രൂഡ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. Y ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്യാം. എക്സ്ട്രൂഡ് ചെയ്യാം. ആൻഡ് വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം.
സ്കെയിൽ ഡൗൺ ചെയ്യാം, എക്സ്ട്രൂഡ്, സ്കെയിൽ, ആൻഡ് ലാസ്റ്റ് ഒന്നും കൂടി എക്സ്ട്രൂഡ് ചെയ്ത് സ്കെയിൽ ചെയ്യാം. ആൻഡ് ഇത് ചെറുതായി വൈ ആക്സിസിൽ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഒരു മോഡിഫയർ ആഡ് ചെയ്യാം. സോ ഇവിടെ ആഡ് മോഡിഫയറിൽ വന്ന് ജനറേറ്റ് വയർ ഫ്രെയിം മോഡിഫയർ ആഡ് ചെയ്താൽ ഇതേപോലെ നമുക്ക് കിട്ടും. സോ വയർ ഫ്രെയിം മോഡിഫയർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫേസൊക്കെ റിമൂവ് ചെയ്ത് ഇതിൻ്റെ എഡ്ജ് മാത്രം എടുക്കും, എന്നിട്ട് എഡ്ജിന് മാത്രം തിക്നെസ് കൊടുക്കും. സോ അതാണ് ഈ വയർ ഫ്രെയിം മോഡിഫയർ ചെയ്യുന്നത്. ആൻഡ് ഇനി നമുക്ക് എഡിറ്റ് മോഡിൽ വന്ന് വേണ്ട മോഡിഫിക്കേഷൻ ചെയ്യാം. സോ ഇത് ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്യുന്നത്. ആൻഡ് വേണമെങ്കിൽ Ctrl+R പ്രസ് ചെയ്ത് ഒരു എഡ്ജ് ലൂപ്പ് ഇവിടെ ആഡ് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ സ്കെയിൽ ചെയ്യാം. ആൻഡ് ഈ 2 എഡ്ജ് ലൂപ്പ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ചെറുതായി ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ആൻഡ് ഈ ഒരു എഡ്ജ് ലൂപ്പും സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് ഈ ഒരു എഡ്ജ് ലൂപ്പ് ഞാൻ സ്ലൈഡ് ചെയ്യുന്നു. സോ സ്ലൈഡ് ചെയ്യാനായി 2 പ്രാവശ്യം G പ്രസ് ചെയ്താൽ ഇതേപോലെ സ്ലൈഡ് ചെയ്യാം. ആൻഡ് ഇത് സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് സിലിണ്ടർ ആഡ് ചെയ്യാം. സോ ഷിഫ്റ്റ് മെഷ് സിലിണ്ടർ, എന്നിട്ട് ഇതിൻ്റെ വേർട്ടിസസ് 32 ആക്കുക. സോ 64ൻ്റെ ആവശ്യമില്ല. എന്നിട്ട് RX90, എന്നിട്ട് ഇതേപോലെ വെക്കാം. ആൻഡ് ഈ ഒരു ഭാഗത്തായി മൂവ് ചെയ്യാം. ആൻഡ് ഇത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ വയർ ഫ്രെയിം മോഡ് അപ്ലൈ ചെയ്യാം. സോ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നു ഇവിടെ. ആൻഡ് അപ്ലൈ ചെയ്ത ശേഷം എഡിറ്റ് മോഡിൽ പോവാം. ഈ വേർട്ടെക്സ് മോഡ് സെലക്ട് ചെയ്ത് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് F പ്രസ് ചെയ്താൽ മതി. ആൻഡ് വേണമെങ്കിൽ ചെറിയൊരു എക്സ്ട്രൂഷൻ കൊടുക്കുക. എന്നിട്ട് Ctrl+B പ്രസ് ചെയ്ത് ഇതേപോലെ ബെവലിങ്ങും ചെയ്യാം. ഓക്കെ, ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത്. ഇനി ഈ ഒരു സിലിണ്ടർ എഡിറ്റ് ചെയ്യാം. സോ എഡിറ്റ് മോഡിൽ വന്ന് ഈ ഫേസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫേസ് നമുക്ക് മൂവ് ചെയ്യാം. ഇതേപോലെ മൂവ് ചെയ്ത് വേണമെങ്കിൽ ബെവലിംഗ് കൊടുക്കാം. ഓക്കെ, സോ ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വേണ്ട പോലെ ആഡ് ചെയ്യാം. ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത്, എന്നിട്ട് 2 ലൂപ്പ് കട്ട് ഇവിടെ ആഡ് ചെയ്യാം. ആൻഡ് ഈ ഒരു എഡ്ജ് ലൂപ്പ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സ്ലൈഡ് ചെയ്യാം. സോ G പ്രസ് ചെയ്ത് ഇതേപോലെ സ്ലൈഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇത് ചെറുതായൊന്ന് ഉള്ളിലോട്ടേക്ക് മൂവ് ചെയ്യാം. ആൻഡ് ഈ ഒരു ഭാഗത്തായി ഈ 2 ലൂപ്പ് കട്ട് ഞാൻ മൂവ് ചെയ്യുന്നു. സോ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് G. സോ ഞാനിവിടെ റഫായിട്ടാണ് ചെയ്യുന്നത്. സോ കറക്റ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ റെഫറൻസ് നോക്കി ചെയ്യാം. ആൻഡ് ഫേസ് മോഡിൽ പോവാം. എന്നിട്ട് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് എക്സ്ട്രൂഡ് ഫേസ് അലോങ് നോർമൽസ്. സോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബ്ലേഡ് ആഡ് ചെയ്യാം. ആൻഡ് ഇതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ GY ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഞാൻ ഇവിടെ 2 ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. സോ Ctrl+R പ്രസ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യുന്നു. ആൻഡ് Ctrl+R പ്രസ് ചെയ്ത് ഇവിടെയും. ആൻഡ് ഫേസ് മോഡിൽ പോവാം. ഇവിടെ കുറച്ച് ഫേസ് സെലക്ട് ചെയ്യാം. സോ ഇത് മിഡിലാന്ന് നോക്കാം. സോ ഇവിടെ മിഡിലാന്ന പോലെ സെലക്ഷൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫേസും കൂടി സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സോ ഇവിടെ സിലിണ്ടറായിട്ടാണ് എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അതിനായി ലൂപ്പ് ടൂൾ ഉപയോഗിക്കാം. സോ ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്യാം. ഇൻസെർട്ട് ചെയ്ത ശേഷം നാവിഗേഷൻ ബാർ സർക്കിൾ സെലക്ട് ചെയ്യാം. ആൻഡ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഓപ്പറേറ്റർ പാനലിൽ ഈ ഫ്ലാറ്റൻ അൺചെക്ക് ചെയ്താൽ ഇതേപോലെ കിട്ടും. കേർവ്ഡ് ആയിട്ട് തന്നെ സർക്കിൾ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇതിൻ്റെ റേഡിയസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ കറക്റ്റ് സർക്കിളായി കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. സോ ഈ പ്രസ് ചെയ്യാം. എന്നിട്ട് Z പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ,
എന്നിട്ട് ഈ ഒരു ഭാഗം ഫ്ലാറ്റ് ചെയ്യാനായി സ്കെയിൽ ചെയ്യാം. സോ Z0. സോ Z ആക്സിസിൽ ഫ്ലാറ്റായി കിട്ടി. ആൻഡ് ഇനി ഈ കാണുന്ന ഫേസ് എക്സ്ട്രൂഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്കെയിൽ ചെയ്യാം. എന്നിട്ട് GZ ചെയ്ത് മൂവ് ചെയ്യാം ഇതേപോലെ. ആൻഡ് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്തുകൊണ്ട് പോവാം. എക്സ്ട്രൂഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് SG ആൻഡ് ഒന്ന് ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി എക്സ്ട്രൂഡ് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് സബ് ഡിവിഷൻ മോഡിഫയർ ആഡ് ചെയ്യാം. സോ ആഡ് മോഡിഫയർ, ജനറേറ്റ് സബ് ഡിവിഷൻ. എന്നിട്ട് ഇത് ഫിക്സ് ചെയ്യാനുണ്ട്. സോ ഇവിടെ എഡിറ്റ് മോഡിൽ വന്ന് ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാം. Ctrl+B പ്രസ് ചെയ്യാം. ചെറുതായി മതി, ഒരുപാട് സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യരുത്. ആൻഡ് ഫേസ് മോഡിൽ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യാം. ചെറുതായി ഒന്ന് ഇൻസെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ വരാം. സോ ഇവിടെ സ്മൂത്ത് ഔട്ട് അതിന്. ആൻഡ് ഈ ഒരു എഡ്ജ് ഷാർപ്പ് ചെയ്യാനായി Ctrl+R പ്രസ് ചെയ്ത് ഇതേപോലെ ഈ ഒരു എഡ്ജ് ഷാർപ്പാക്കി വെക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. ഈ ഉൾഭാഗത്തൊരു ഒന്ന് ആഡ് ചെയ്യാം. ആൻഡ് ഇവിടെ ഒന്ന്. ഓക്കെ, ഇനി ഇവിടെ ഒരു Ctrl+R പ്രസ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. ഇനി ഇവിടെ ഉള്ള എഡ്ജ് ലൂപ്പ് ബെവൽ ചെയ്യണം. സോ സബ് ഡിവിഷൻ ടേൺ ഓഫ് ചെയ്ത് എഡിറ്റ് മോഡിൽ വന്ന് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഡ്ജ് ലൂപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ആൻഡ് Ctrl+B പ്രസ് ചെയ്ത് ഇതേപോലെ ബെവൽ ചെയ്യാം. ഇനി ടേൺ ഓൺ ചെയ്യാം. ആൻഡ് ഈ ഒരു ഭാഗത്തൊന്ന് എഡിറ്റ് ചെയ്യാം. സോ ഈ ഒരു അടിഭാഗം ഞാൻ ഇതേപോലെ ഫേസ് മോഡിൽ ഈ ഇത്ര ഫേസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. സോ X ഫേസസ്. ആൻഡ് ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാം. ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് F3 ഗ്രിഡ് ഫില്ല്. ആൻഡ് ഇതിനെ നമുക്ക് സ്പാന് മാറ്റി കൊടുക്കാം. സോ ഇതേപോലെ വെക്കാം. എന്നിട്ട് Ctrl+R പ്രസ് ചെയ്ത് ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്ത് ഹാർഡ് ചെയ്യാം. ഇനി നിങ്ങൾക്കിത് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഹാർഡ് എഡ്ജ് വേണ്ട സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് Ctrl+R പ്രസ് ചെയ്ത് ഇതേപോലെ ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. ആൻഡ് ഇവിടെ ഒന്നും കൂടി ആഡ് ചെയ്യാം. സോ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഹാർഡായി കിട്ടി. ആൻഡ് ഈ ഒരു എഡ്ജ് ലൂപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് Z ആക്സിസിൽ മൂവ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂൾ വെക്കാം. ഓക്കെ, സോ ഫാൻ ബേസ് മോഡിൽ കഴിഞ്ഞ് ഇനി നമുക്ക് ബ്ലേഡ്സ് ആഡ് ചെയ്യാണ്ട്. ആൻഡ് ഇവിടെ വേണമെങ്കിൽ ബട്ടൺസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ബ്ലേഡ് ആഡ് ചെയ്യാനായി ഫസ്റ്റ് ഞാൻ ഷിഫ്റ്റ് പ്ലെയിൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് RX90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എഡിറ്റ് മോഡിൽ പോവാം. ആൻഡ് ആദ്യം തന്നെ സബ് ഡിവിഷൻ സർഫേസ് ആഡ് ചെയ്യാം. ആൻഡ് കൺട്രോൾസിന് വേണ്ടി കുറച്ച് ലൂപ്പ് കട്ട്സ് ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒരു ലൂപ്പ് കട്ട്. ആൻഡ് ഈ ഒരു ഭാഗം ഞാൻ ഇതേപോലെ സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ആൻഡ് ഇതും ചെറുതായി സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് ഇത് X ആക്സിൽ ചെറുതായി ഇതേപോലെ മൂവ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടേക്കായി മൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതേപോലെ മൂവ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ മൂവ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസ് ഉപയോഗിക്കാം. സൈറ്റിൽ ഒരുപാട് റെഫറൻസ് ഇമേജ് ഉണ്ട് ബ്ലേഡ്സിൻ്റെ. സോ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേസ് ചെയ്ത് മോഡൽ ചെയ്യാം. ഞാനിവിടെ റഫായിട്ടാണ് ചെയ്യുന്നത്. ഓൾസോ സോളിഡിഫൈ മോഡിഫയർ ആഡ് ചെയ്യാം. ആഡ് മോഡിഫയർ സോളിഡിഫൈ. എന്നിട്ട് ഇതിൻ്റെ തിക്നെസ് ചെറുതായി ഇൻക്രീസ് ചെയ്യാം. വളരെ ചെറിയൊരു രീതിയിൽ തിക്നെസ് ആഡ് ചെയ്യാം.
ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാം. ആൻഡ് എന്നിട്ട് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഇതേപോലെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ വീണ്ടും ഒരു Ctrl R പ്രസ് ചെയ്ത് ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ ഈ ഒരു വേർട്ടെക്സ് ഇതേപോലെ സ്ലൈഡ് ചെയ്ത് മുകളിലായിട്ട് വെക്കുന്നു. സോ സ്ലൈഡ് ചെയ്യാനായി G പ്രസ് ചെയ്ത് ഇതേപോലെ സ്ലൈഡ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുക. ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് Ctrl പ്രസ് ചെയ്ത് ഇത്ര വേർട്ടീസസ് ഡീസെലക്ട് ചെയ്യാം. എന്നിട്ട് ടോപ്പ് വ്യൂവിൽ പോവാം. ടോപ്പ് വ്യൂവിൽ പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് എനേബിൾ ചെയ്ത് ഇത് നമുക്ക് Y ആക്സിസിൽ മൂവ് ചെയ്യാം. സോ G പ്രസ് ചെയ്ത് Y പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ചെറുതായി ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഓർ മേ ബി ഈ ഒരു വേർട്ടെക്സും ഡീസെലക്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്ന് മൂവ് ചെയ്യാം. GY പ്രസ് ചെയ്ത് ഓക്കെ, ചെറുതായി ഒരു കേവ് പോലെ കൊടുക്കാനായി. ഓക്കെ, ഇനി ഇത് ഫാനിൽ പ്ലേസ് ചെയ്യാം. സോ ആദ്യം പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് ഡിസേബിൾ ചെയ്യുന്നു. എന്നിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യാം. X ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ചെറുതായി റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു. GY ഓക്കെ, ഇതേപോലെ വെച്ച ശേഷം ഇനി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്ട്. ആൻഡ് ഈ ഒരു ഫാനിൻ്റെ ഒറിജിന് സെൻറ്റർ പോയിന്റിലാണെന്ന് ഉറപ്പുവരുത്തുക. അതില്ലെങ്കിൽ സെറ്റ് ഒറിജിൻ ടു ജോമെട്രി. സോ അതിപ്പോൾ സെൻറ്ററിലാവും. എന്നിട്ട് Shift S കഴ്സർ ടു സെലക്റ്റഡ്. ഇനി ഈ ബ്ലേഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് സെറ്റ് ഒറിജിൻ ടു 3D കഴ്സർ. സോ ഇവിടെ ഞാൻ ഒറിജിനൽ കഴ്സറിൽ തന്നെയാണ് വെച്ചത്. സെറ്റ് ഒറിജിൻ ടു 3D കഴ്സർ. സോ ഇപ്പോൾ ഈ ഒരു ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്താൽ ഇതേപോലെ കറക്റ്റായി റൊട്ടേറ്റ് ആവും. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായി Shift D പ്രസ് ചെയ്ത് R പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് Ctrl പ്രസ് ചെയ്ത് ഞാൻ 120 ഡിഗ്രിയിൽ കറക്റ്റായി വെക്കുന്നു. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് Shift R പ്രസ് ചെയ്താൽ റിപ്പീറ്റ് ആവും. സോ ഇപ്പോൾ 3 ബ്ലേഡായിട്ട് നമുക്ക് കിട്ടി. ഇനി ഈ 3 ബ്ലേഡ് സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താൽ ഇതേപോലെ കറക്റ്റ്ലി റൊട്ടേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത് 3 ബ്ലേഡ് സെലക്ട് ചെയ്ത് നമുക്ക് ഒരു മെഷാക്കി മാറ്റാം. സോ ഈ 3 സെലക്ട് ചെയ്ത് Ctrl J പ്രസ് ചെയ്താൽ ഒറ്റൊരു മെഷായിട്ട് മാറും. ആൻഡ് ഇതിനെ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്താൽ കറക്റ്റ്ലി റൊട്ടേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇത് പിന്നീട് ആനിമേറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു ഫാൻ മോഡിൽ കഴിഞ്ഞു. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബട്ടൺസൊക്കെ ആഡ് ചെയ്ത് അധികം ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ ചെറുതായി ഒന്ന് ഡീറ്റെയിൽ ആഡ് ചെയ്യുന്നു. സോ ഞാൻ രണ്ട് ലൂപ്പ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് Alt E എക്സ്ട്രൂഡ് ഫേസസ് അലോങ് നോർമൽസ്. എന്നിട്ട് ഇതേപോലെ ചെറുതാക്കുന്നു. ആൻഡ് 2 ലൂപ്പ് കട്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ഇവിടെ ചെറുതായി ഒന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം.
ഓക്കെ, സോ ഇത് കഴിഞ്ഞ് നമുക്ക് റൂം സെറ്റ് ചെയ്യാം. ആൻഡ് അതിന് മുമ്പ് ഇതൊന്ന് മൂവ് ചെയ്ത് വെക്കുന്നു ആൻഡ് ഹൈഡ് ചെയ്യാം. സോ ഷിഫ്റ്റ് എസ് കഴ്സർ ടു വേൾഡ് ഒറിജിൻ ആൻഡ് ഷിഫ്റ്റ് മെഷ് ക്യൂബ്. ഇനി ഈ ക്യൂബിൻ്റെ എഡിറ്റ് മോഡിൽ പോയി എന്നിട്ട് സെഡ് ആക്സിസിൽ മൂവ് ചെയ്യുക. സോ ജി പ്രസ് ചെയ്ത് സെഡ് പ്രസ് ചെയ്യുക, അതോടൊപ്പം തന്നെ കൺട്രോളും പ്രസ് ചെയ്ത് ഇതേപോലെ സർഫേസിൽ സ്നാപ്പ് ചെയ്യാം. ആൻഡ് ഒബ്ജക്റ്റ് മോഡിൽ വരാം ആൻഡ് എൻ പ്രസ് ചെയ്ത് നാവിഗേഷൻ ബാറിൽ പോവാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഡൈമെൻഷൻ സെഡ് ആക്സിസിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാനൊരു 3 മീറ്റർ വെക്കുന്നു. ആൻഡ് ഇത് നമുക്ക് എക്സും വൈ ആക്സിസിലും സ്കെയിൽ ചെയ്യാം. സോ എസ് പ്രസ് ചെയ്ത് എക്സ് പ്രസ് ചെയ്യാം. ആൻഡ് സെഡ് ആക്സിസ് ലോക്ക് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് സെഡ് പ്രസ് ചെയ്യാം. സോ ഇവിടെ സെഡ് ആക്സിസ് ലോക്കാണ് ആൻഡ് ബാക്കി 2 ആക്സിസ് മാത്രം സ്കെയിൽ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാം. ഇവിടെ സ്കെയിൽ സെഡ് ആക്സിസ് ലോക്ക് ചെയ്യാം ആൻഡ് ഡയറക്റ്റ് എസ് പ്രസ് ചെയ്താൽ എക്സും വൈയും മാത്രം സ്കെയിൽ ആവും. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഒരു 3.5 മീറ്റർ കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മുടെ റൂമായി. ഇനി ഇവിടെ ടാബിൾ ആഡ് ചെയ്യാം. സോ ഷിഫ്റ്റ് ക്യൂബ് എസ് സെഡ് പ്രസ് ചെയ്ത് ടോപ്പ് വ്യൂവിൽ വരുന്ന എഡിറ്റ് മോഡിൽ പോവാം. ആൻഡ് ഈ ഒരു ഭാഗം ഞാൻ മൂവ് ചെയ്യുന്നു. ടേബിൾ ഈ വോളിനെ അടുപ്പിച്ച് ചെയ്യാം. ആൻഡ് ഈ ഒരു ഭാഗം ഇതേപോലെ മൂവ് ചെയ്യാം. ആൻഡ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ എക്സ്റേ മോഡ് എനേബിൾ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം സെലക്ട് ആവില്ല, ഈ ടോപ്പ് മാത്രമേ മൂവ് ആവും. സോ എക്സ്റേ മോഡ് എനേബിൾ ചെയ്യണം. ജി സെഡ് സോ ഇത് ബേസ് പെട്ടെന്ന് ചെയ്യാം. എന്നിട്ട് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നീട് ചെയ്യാം നമുക്ക്. ASZ. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈറ്റ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ ഒറിജിൻ പോയിൻറ്റ് ഏകദേശം ഇവിടെയാണെന്നുള്ളത് നമ്മൾ സ്കെയിൽ ചെയ്തതാണ്. സോ ഇതിൻ്റെ ഒറിജിൻ സെൻട്രലാക്കാനായി സെറ്റ് ഒറിജിൻ ടു ജിയോമെട്രി. അപ്പോൾ ഇപ്പോൾ സെൻട്രലാണെന്നുള്ളത് കാരണം നമ്മളിപ്പോൾ ലെഗ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിറർ മോഡിഫയറിന് ഈ ഒരു ഒറിജിൻ പൊസിഷൻ സെറ്റ് ചെയ്യാനാണ് ഇവിടെ സെൻട്രലായി വെക്കുന്നത്. സോ ഷിഫ്റ്റ് മെഷ് ക്യൂബ്, ഈ കേഴ്സർ ഇവിടെ വെക്കാം, കേഴ്സർ ടു സെലക്റ്റഡ്. എന്നിട്ട് ഷിഫ്റ്റ് മെഷ് ക്യൂബ് സ്കെയിൽ ഡൗൺ ചെയ്യാം. എന്നിട്ട് മിറർ മോഡിഫയർ ആഡ് ചെയ്യാം, ജനറേറ്റ് മിറർ. ആൻഡ് ഇതിൻ്റെ എക്സും വൈയും ആക്സിസും വേണം. സോ എഡിറ്റ് മോഡിൽ വന്ന് മൂവ് ചെയ്യാം ആൻഡ് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു ഫേസ് സെഡ് ആക്സിസിൽ മൂവ് ചെയ്യാം. ഓക്കെ, ആൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ബെവൽ ചെയ്യാം. സോ ഞാൻ ഇപ്പം ചെയ്യുന്നില്ല, പിന്നീട് വേണമെങ്കിൽ ചെയ്യാം. ആൻഡ് ഓൾസോ ഇത് ചെറുതായി ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് ഉള്ളിലോട്ടേക്കായി മൂവ് ചെയ്ത് ആൾട്ട് എസ് പ്രസ് ചെയ്ത് ഇതേപോലെ ചെറുതാക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ കമ്പ്യൂട്ടർ ആഡ് ചെയ്യാം. സോ ആൾട്ട് എച്ച് പ്രസ് ചെയ്താൽ ഹൈഡ് ചെയ്ത ഒബ്ജക്റ്റ് വരും. എന്നിട്ട് എക്സ്റേ മോഡിൽ ഇതൊക്കെ സെലക്ട് ചെയ്യാം, ബൂളിനും സെലക്ട് ചെയ്യണം. ആൻഡ് ഇതേപോലെ മൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ചെറുതാക്കാം. ആൻഡ് വ്യൂ പോർട്ടിൽ ലാഗ് വരാതിരിക്കാനായി ഈ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് തൽക്കാലം ഇതൊക്കെ ടേൺ ഓഫ് ചെയ്യാം. സോ വ്യൂ പോർട്ടിൽ ഇതൊക്കെ ഞാൻ ടേൺ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും എല്ലാം സെലക്ട് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് ഇത് ഡീസെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് മാത്രം സെലക്ട് ചെയ്യുന്ന ഉറപ്പുവരുത്തുക ആൻഡ് മൂവ് ചെയ്യുക. സോ ഇപ്പോൾ സ്മൂത്തായി മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് അതേപോലെ ഞാൻ ഈ റൂമിൻ്റെ സീലിംഗ് ഞാൻ എഡിറ്റ് മോഡിൽ പോയി ഒന്നും കൂടി വലുതാക്കുന്നു. സോ ജി പ്രസ് ചെയ്ത്
സെഡ് പ്രസ് ചെയ്യാനായിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് ഇതേപോലെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഫാനും കൂടി വെക്കാം. സോ ഞാനിതിവിടെ പ്ലേസ് ചെയ്യുന്നു. സ്കെയിൽ ചെയ്യാം. ആൻഡ് ഇനി ഇവിടെ നമുക്ക് ഒരു വിൻഡോ ആഡ് ചെയ്യാം. സോ ആദ്യം ഞാൻ ഈ ഫാൻ ഞാൻ ഹൈഡ് ചെയ്യുന്നത് എച്ച് പ്രസ് ചെയ്ത്, എന്നിട്ട് എൻ്റെ കേഴ്സർ ഇവിടെ കൊണ്ടുവരാം. ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഷിഫ്റ്റ് എ ക്യൂബ്, ആൻഡ് ഞാൻ റൈറ്റ് വ്യൂവിൽ പോകുന്നു. എന്നിട്ട് ഇതേപോലെ സ്കെയിൽ ചെയ്യാം. ആൻഡ് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് സെഡ് ആക്സിസിൽ ചെറുതായി സ്കെയിൽ ചെയ്യാം. ഇനി ബൂളിയൻ ആഡ് ചെയ്യാം. സോ ആദ്യം ഈ ക്യൂബ് സെലക്ട് ചെയ്ത് ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ബി. ഇപ്രാവശ്യം ഡിഫറൻസ് അല്ല, കാരണം ഡിഫറൻസ് ചെയ്താൽ ഇതേപോലെ പുറത്തായിരിക്കും വരുന്നത്. സോ നമുക്ക് ഉള്ളിൽ കിട്ടാനായി അൺഡു ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് ബി പ്രസ് ചെയ്ത് യൂണിയൻ ചെയ്താൽ ഇതേപോലെ കിട്ടും. സോ ഇത് ഇവിടെ യൂണിയൻ ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ആൻഡ് ഇത് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഫ്രെയിം ആഡ് ചെയ്യാം. സോ ഫ്രെയിം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഈ ഒരു മെഷ് സെൻറ്റർ പോയിൻറ്റിലാണെന്നുള്ളത്. സോ സെൻറ്റർ പോയിൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സെറ്റ് ഒറിജിൻ ടു ജിയോമെട്രി, എന്നിട്ട് ഈ കേഴ്സർ ഈ ഒരു ഒറിജിനിൽ വെക്കുക. ഷിഫ്റ്റേഴ്സ് കേഴ്സർ ടു സെലക്റ്റഡ് ആൻഡ് ഒരു ക്യൂബ് ആഡ് ചെയ്യാം. ഇനി ക്യൂബിനെ സ്കെയിൽ ഡൗൺ ചെയ്ത് എക്സ് പ്രസ് ചെയ്യാം. ആൻഡ് ഇതേപോലെ ചെറുതാക്കാം. ഓക്കെ, ഇനി നമുക്ക് മിറർ മോഡിഫയർ ആഡ് ചെയ്യാം. സോ ആഡ് ജനറേറ്റ് മിറർ, എന്നിട്ട് വൈ ആക്സിസ് ടേൺ ഓൺ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഇത് മൂവ് ചെയ്താൽ ഇതേപോലെ നമുക്ക് കിട്ടും. ആൻഡ് ക്ലിപ്പിംഗ് എനേബിൾ ചെയ്യാം. സോ ജോയിൻ ആയി കിട്ടും. എന്നിട്ട് ഒബ്ജക്റ്റ് മോഡിൽ വന്ന് ഇതൊന്ന് മൂവ് ചെയ്യാം. കറക്റ്റ് എക്സും സെഡ് ആക്സിസിൽ മാത്രം മൂവ് ചെയ്യാം, വൈ ആക്സിസിൽ മൂവ് ചെയ്യരുത്. ഇനി എഡിറ്റ് മോഡിൽ വന്ന് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൂവ് ചെയ്യാം. സോ ജി വൈ പ്രസ് ചെയ്ത് ഇതേപോലെ മൂവ് ചെയ്യാം. ആൻഡ് ഇവിടുന്ന് ഒരു ടൂൾ ഉപയോഗിക്കാം. സോ ഷിയർ എന്ന ടൂൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കോർണർ ആംഗിളിൽ കറക്റ്റ് വിഡ്ത്തിൽ നമുക്ക് കിട്ടും. സോ അത് ഉപയോഗിക്കാനായി ഒന്നെങ്കിൽ ടി പ്രസ് ചെയ്ത് ടൂൾ ബാറിൽ ഇവിടെ ഈ ഒരു ഷിയർ എന്ന ടൂള് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ആക്സിസിൽ നമുക്ക് ഇതേപോലെ മൂവ് ചെയ്യാം. ആൻഡ് ഇവിടെ ഷിയർ മുകളിൽ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ -1 നമുക്ക് വേണ്ടത്. അപ്പോൾ കറക്റ്റ് ഈ ഒരു ആംഗിളിൽ കിട്ടും. ആൻഡ് ഇത് ചെറുതായി ഒന്ന് വൈ ആക്സിസിൽ മൂവ് ചെയ്യാം, കറക്റ്റ് ഈ ഒരു പോയിന്റിൽ. ആൻഡ് ഈ പ്രസ് ചെയ്യാം. എന്നിട്ട് സെഡ് 2 പ്രാവശ്യം പ്രസ് ചെയ്യാം. സോ ഈ ഒരു ആക്സിസിൽ ഇതേപോലെ കിട്ടും. ആൻഡ് ഇനി മൂവ് ചെയ്യാം. മൂവ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഫ്ലാറ്റൺ ചെയ്യണം. സോ SZ0, അപ്പോൾ സെഡ് ആക്സിസിൽ ഇത് ഫ്ലാറ്റായി. എന്നിട്ട് ചെറുതായി മൂവ് ചെയ്യാം. ആൻഡ് ഒന്നും കൂടി ഷിയർ ചെയ്യാം. സോ ഇപ്രാവശ്യം ഇതേപോലെ ഇങ്ങനെ ഷിയർ ചെയ്യാം, -1. എന്നിട്ട് ഇതേപോലെ മൂവ് ചെയ്യാം. ആൻഡ് ഈ ബ്രഷ് ചെയ്യാം. വൈ ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്ത് ജോയിൻ ചെയ്യാം. സോ ഇതേപോലെ ഒരു ഫ്രെയിം നമുക്ക് കിട്ടി. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് വിൻഡോ ഫ്രെയിംസ് ഇവിടെ വേണമെങ്കിൽ മിറർ മോഡിഫയർ ഉപയോഗിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനെ വേറൊരു ബ്ലെൻഡർ ഫയലത്തെ മോഡൽസ് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. സോ മുമ്പത്തെ ചാപ്റ്ററിൽ ചെയ്ത കുറച്ച് മോഡൽസും അതേപോലെ ഈ ചാപ്റ്ററിൽ മുമ്പ് ചെയ്ത കുറച്ച് മോഡൽസും നമുക്ക് ഈ ഒരു ബ്ലെൻഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. സോ അതിനായി ഫയലിൽ വരാം, എന്നിട്ട് അപ്പൻഡ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് നിങ്ങൾ സേവ് ചെയ്ത ബ്ലെൻഡർ ഫയൽ ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ മോഡലിംഗ് ഉണ്ട്, മോഡിഫൈസ് ഉണ്ട്. ആൻഡ് ആദ്യം ഞാൻ മോഡലിങ്ങിലത്തെ കുറച്ച് ഒബ്ജക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ഇത് സെലക്ട് ചെയ്താൽ ഇവിടെ കുറേ ഐറ്റംസ് കാണാം. ക്യാമറ, കളക്ഷൻ, ലൈറ്റ്, ഓബ്ജക്റ്റ്, മെറ്റീരിയൽസ്, അങ്ങനെ. സോ നമുക്കിവിടെ വേണ്ടത് കളക്ഷനാണ്. സോ കളക്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ സേവ് ചെയ്ത കളക്ഷനൊക്കെ ഇവിടെ കാണും.
ആൻഡ് ഇതിൽ ഞാൻ മോഡൽസ് എടുക്കുന്നത്, സോ ഉദാഹരണത്തിന് കീബോർഡ് എടുക്കുന്നത് ആൻഡ് കൺട്രോൾ പ്രസ് ചെയ്ത് മഗ്, അതേപോലെ പ്ലാന്റ്. സോ ഈ 3 കളക്ഷൻസാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. എന്നിട്ട് അപ്പൻഡ് സെലക്ട് ചെയ്യുക. സോ ഇവിടെ ആ 3 കളക്ഷൻസ് കിട്ടും. ആൻഡ് അതോടൊപ്പം തന്നെ ഇതിൽ ക്യാമറയുണ്ട്. സോ ഞാൻ ഈ ക്യാമറ ഡിലീറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഇപ്പോൾ 3 ഒബ്ജക്റ്റ് നമുക്ക് നേരെ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു കീബോർഡ് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ് വരുന്നത്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാം സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന് ഉള്ള പോലെ ഈ ഒരു എംറ്റി സെറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ ഈ ഒരു കീബോർഡിന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സോ ആദ്യം ഞാൻ കേഴ്സർ ഇവിടെ വെക്കുന്നത്, ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഷിഫ്റ്റ് എംറ്റി പ്ലെയിൻ ആക്സിസ്. ആൻഡ് ഈ ഒരു ആക്സിസ് നമ്മുടെ കീബോർഡിൻ്റെ കൺട്രോൾ ആയിട്ട് നമുക്ക് മാറ്റാം. അതിനായി കീബോർഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു എംറ്റി സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ആക്റ്റീവ് ഒബ്ജക്റ്റായി. ശേഷം ഒബ്ജക്റ്റിൽ പോയി പാരൻറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ ഈ ഒരു എംറ്റി നമുക്ക് കൺട്രോളായിട്ട് കിട്ടും. സോ ഇത് എംറ്റി മൂവ് ചെയ്യുന്നതോടെ ഈ ബാക്കിയൊക്കെ കീബോർഡിൻ്റെ എല്ലാ പാർട്സും മൂവ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ട്, കൺട്രോൾ പി. അപ്പോൾ ഇവിടെ പാരൻറ്റ് ചോദിക്കും. ആൻഡ് ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അതേപോലെ പാരൻറ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾട്ട് പി പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിയർ പാരൻ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ ക്ലിയർ പാരൻറ്റ് സെലക്ട് ചെയ്താൽ ആ ഒരു ലിങ്ക് പോകുന്നതായിരിക്കും. സോ ഞാൻ കൺട്രോൾ പി പ്രസ് ചെയ്ത് ലിങ്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ എംറ്റി എടുത്ത് മൂവ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വേണ്ട പോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ മറ്റേ ബ്ലെൻഡർ ഫയലിന് ഒന്നും കൂടി അപ്പൻഡ് ചെയ്യാം. സോ മോഡിഫയർ കളക്ഷനിൽ ഞാൻ റൂബിക്സ് ക്യൂബ് അപ്പൻഡ് ചെയ്യുന്നു. ആൻഡ് മോഡിഫയേഴ്സിൽ വന്ന് ഇതിനെ 3 ആക്കുന്നു. ആൻഡ് ഓൾസോ ഇതിൻ്റെ ബെവലിങ് ചെറുതായി ഞാൻ കുറച്ച് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് ഞാൻ കൂട്ടുന്നത്. സോ ഇതേപോലത്തെ സ്മൂത്തായിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ മെയിൻ മോഡൽസ് എല്ലാം ആഡ് ചെയ്ത് അതേപോലെ ആൾട്ട് എച്ച് പ്രസ് ചെയ്ത് നമുക്ക് ഫാനും കൂടി അൺഹൈഡ് ചെയ്യാം. ആൻഡ് ഈ ക്യൂബ് കൺട്രോൾ പ്രസ് ചെയ്ത് ഡീസെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഫാനിനെ ചെറുതായി ഞാനൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓൾസോ ഇതിൻ്റെ ബേസ് എഡിറ്റ് ചെയ്യാം. സോ ഫ്രണ്ട് വ്യൂവിൽ വന്ന് എഡിറ്റ് മോഡിൽ ഈ ഭാഗം സെലക്ട് ചെയ്ത് ചെറുതായി ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. എന്നിട്ട് മൂവ് ചെയ്യാം. ആൻഡ് ഓൾസോ എനിക്ക് കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് ആക്കണം. സോ ജി പ്രസ് ചെയ്ത് സെഡ് പ്രസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും സെഡ് പ്രസ് ചെയ്താൽ ഈ ഒരു ആക്സിസിൽ വരും. ആൻഡ് ഇതിനെ ചെറുതായി ഒന്ന് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, ഇനി ഈ കീബോർഡിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുന്നു. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം. സോ ഞാൻ ഇത് കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്യുന്നു, ഈ ഒരു കീബോർഡ് മാത്രം. എന്നിട്ട് ഈ എംറ്റി സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എംറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നു, പിന്നീട് ആഡ് ചെയ്യാം. സോ ഇത് സെലക്ട് ചെയ്ത് ക്ലിയർ പാരൻറ്റ് സെലക്ട് ചെയ്താൽ അത് ലൊക്കേഷൻ മാറും. അതിനായി ആൾട്ട് പി പ്രസ് ചെയ്ത് ക്ലിയർ ആൻഡ് കീപ് ട്രാൻസ്ഫോർമേഷൻ സെലക്ട് ചെയ്താൽ പാരൻറ്റ് ക്ലിയർ ആവും. അതേപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷനും അവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഇനി ഈ 2-3 കീ ക്യാപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ടോപ്പ് വ്യൂവിൽ വന്ന് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. വൈ ആക്സിസിലാണ്. സോ ഷിഫ്റ്റ് ഡി വൈ പ്രസ് ചെയ്ത് ആൻഡ് കൺട്രോളും പ്രസ് ചെയ്ത് ഇതേപോലെ സ്നാപ്പ് ആവും. സോ ഞാൻ 0.05 ഇവിടെ കാണാൻ പറ്റും. 0.05 വരെ വെച്ച് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ്
അതിനുശേഷം ഈ ബേസ് സെലക്ട് ചെയ്യാം, ടോപ്പ് വ്യൂവിൽ വന്ന് എക്സ്റേ മോഡിലാണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതൊക്കെ സെലക്ട് ചെയ്ത് GY ഇവിടെയും പ്രസ് ചെയ്യാം. അതോടൊപ്പം തന്നെ കൺട്രോൾ പ്രസ് ചെയ്ത് ഇതേപോലെ സ്നാപ്പ് ചെയ്യാം. ആൻഡ് ഇതേ സ്റ്റെപ്പ് ഞാൻ ഈ ഒരു ഡയറക്ഷനിലും ചെയ്യാം. സോ ഇവിടെ ഞാൻ ഇത്ര സെലക്ട് ചെയ്ത ശേഷം ഇത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ 0.34 വെക്കുന്നു. എന്നിട്ട് ഇത് ഞാൻ ഈ കീ ക്യാപ്പ് സെലക്ട് ചെയ്ത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. Shift D X എന്നിട്ട് ഇവിടെ വെച്ച് എന്നിട്ട് Shift R പ്രസ് ചെയ്യാം. ഒന്നും കൂടി പ്രസ് ചെയ്യുന്നു. ആൻഡ് ഈ 2 എക്സ്ട്രാ ഡിലീറ്റ് ചെയ്യുന്നു. ആൻഡ് ഇത് ബേസ് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് എഡിറ്റ് ചെയ്യാം, കീ ക്യാപ്പൊക്കെ. സോ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഒരു ഭാഗം സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാം. അല്ലാതെ ഇതേപോലെ സ്കെയിലിംഗ് ചെയ്താൽ സ്ട്രെച്ചിങ് ഇഷ്യൂ ഉണ്ടാവും. ഓൾസോ എൻ്റെ എല്ലാ കീ ക്യാപ്പിൻ്റെ ഒറിജിൻ ഇവിടെയാണെന്നുള്ളത് ഒരു ഇഷ്യൂ ആണ്. ആൻഡ് അത് നിങ്ങളിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സെലക്ട് ചെയ്യാം. Shift പ്രസ് ചെയ്ത് ഇതൊക്കെ സെലക്ട് ചെയ്ത് സെറ്റ് ഒറിജിൻ ടു ജിയോമെട്രി ചെയ്താൽ മതി. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒറിജിന് സെൻട്രലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ കീ ക്യാപ്പൊക്കെ സെറ്റാക്കി വെച്ച് നിങ്ങൾക്കിതേ ലേഔട്ട് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. സോ ഇതാണ് എൻ്റെ ലേഔട്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ empty ലിങ്ക് ചെയ്യാം. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം സെലക്ട് ചെയ്ത് empty സെലക്ട് ചെയ്യാം. എന്നിട്ട് Ctrl+P ഒബ്ജക്റ്റ്. ആൻഡ് ഇനി നമുക്ക് ഈ കീബോർഡും കമ്പ്യൂട്ടറും കണക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു വയർ ആഡ് ചെയ്യാം. സോ സ്ക്രൂ മോഡിഫയറാണ് ഉപയോഗിക്കുന്നത്. അതിനായി Shift റൈറ്റ് ക്ലിക്ക് ചെയ്ത് കേഴ്സർ വെക്കുന്നു. എന്നിട്ട് മെഷ് സർക്കിൾ ഞാൻ സ്കെയിലാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ വേർട്ടെക്സ് ഞാൻ 16 വെക്കുന്നു. ആൻഡ് ഇതിനെ സ്കെയിൽ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രി ആണ് റൊട്ടേറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി ഇതിന് സ്ക്രൂ മോഡിഫയർ ആഡ് ചെയ്യാം. സോ മോഡിഫയർ ജനറേറ്റ് സ്ക്രൂ. ആൻഡ് ഇതിനെ X ആക്സിലാണ് ഞാൻ സ്ക്രൂ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ആംഗിൾ കുറച്ച് സ്ക്രൂ ഇൻക്രീസ് ചെയ്യാം. ആൻഡ് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒറിജിന് ചേഞ്ച് ചെയ്യാം. സോ Ctrl കീ ഉപയോഗിച്ച് ഇതിൻ്റെ ഒറിജിന് മുകളിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ ഇത്ര ഞാൻ മൂവ് ചെയ്ത ശേഷം ഇതിൻ്റെ ഇറ്ററേഷൻ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ സ്ക്രൂ വാല്യൂ ചേഞ്ച് ചെയ്യാം. സോ ഞാൻ ഇതേപോലെ കുറയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ഇറ്ററേഷൻ കൂട്ടാം. ആൻഡ് Ctrl കീ വീണ്ടും പ്രസ് ചെയ്യാം. എന്നിട്ട് ടേൺ ഓഫ് ചെയ്ത ശേഷം ഇത് സ്കെയിൽ ചെയ്യാം. സോ ഇതേപോലെ ഞാൻ സ്കെയിൽ ചെയ്യുന്നു. എന്നിട്ട് മൂവ് ചെയ്ത് ഇവിടെ വെക്കാം. ആൻഡ് ഇതിൻ്റെ ഇറ്ററേഷൻ നിങ്ങൾക്ക് ഇവിടെ കൂട്ടാം. സോ 100ൻ്റെ അപ്പുറം സ്ക്രോൾ ചെയ്താൽ പോവില്ല. സോ നിങ്ങൾക്ക് മാനുവലി ടൈപ്പ് ചെയ്ത് വെക്കാം. സോ ഇവിടെ 300 കൊടുത്താൽ 300 ഇറ്ററേഷൻ വരുന്നതായിരിക്കും. ഇനി ഇതിനെ നമുക്ക് കേവിലൂടെ എഡിറ്റ് ചെയ്യാൻ പറ്റണം. അതിനായി ആദ്യം കേവ് ആഡ് ചെയ്യാം. സോ കേവ് ബെസിയർ. എന്നിട്ട് ടോപ്പ് വ്യൂവിൽ പോയി ഇതിനെ സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് ഇവിടെ ഇതേപോലെ വെക്കാം. വെച്ച ശേഷം ഇതിനെ ഞാൻ ഈ ഒരു പോയിൻ്റ് എഡിറ്റ് മോഡിൽ ഈ ഒരു പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ആൻഡ് അതേപോലെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ആൻഡ് ഇതിനെ ചെറുതായി ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നു. ആൻഡ് വീണ്ടും ഒരു പ്രാവശ്യം ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുന്നു. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത്
ഈ ഒരു കണക്ഷൻ ഭാഗത്ത് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിനെ കേവിലൂടെ ട്രേസ് ചെയ്യണം. സോ അതിനായി ആഡ് മോഡിഫയർ ഡിഫോമിൽ കേവ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ കേവ് ഒബ്ജക്റ്റ് ചോദിക്കുന്നിടത്ത് ഐ ഡ്രോപ്പറിൽ വന്ന് ഈ ഒരു കേവ് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്ക് ടോപ്പ് വ്യൂവിൽ വന്ന് മൂവ് ചെയ്യാം. സോ ടോപ്പ് വ്യൂവിൽ വന്ന് ഇവിടെ ഞാൻ ഇതിനെ മൂവ് ചെയ്യുന്നു ഇതേപോലെ. എന്നിട്ട് ഇതിൻ്റെ Z ആക്സിസിൽ മൂവ് ചെയ്യാം, GZ. എന്നിട്ട് ഇതിനെ വേണമെങ്കിൽ ഇവിടെ സ്ക്രൂവിൽ വന്ന് ഇറ്ററേഷന് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്നുള്ളത് ഇത് കേവ് സെലക്ട് ചെയ്ത് എഡിറ്റ് മോഡിൽ തന്നെ വേണ്ട മോഡിഫിക്കേഷൻ വരുത്താം. ഓക്കെ, ഓരോ പോയിൻ്റ് സെലക്ട് ചെയ്ത് റൊട്ടേഷനോ അല്ലെങ്കിൽ മൂവോ വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കണക്ഷൻ ചെയ്യാം. സോ ഇത് നിങ്ങൾക്ക് ബാക്കപ്പ് വെക്കുന്നെങ്കിൽ കേവും ഇതും രണ്ടും സെലക്ട് ചെയ്ത് ബാക്കപ്പായി വെക്കാം. ആൻഡ് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ സ്ക്രൂവിൽ വന്ന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതോടെ ഈ ഒരു മെഷായി മാറും. ആൻഡ് നിങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ഈ ഒരു ഭാഗം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചു തരാം, ഓർ മേ ബി ഈ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് സെലക്ട് ചെയ്ത് റൈറ്റ് വ്യൂവിൽ വരാം. എന്നിട്ട് ഇതിനെ സ്പിൻ ടൂൾ വെച്ച് നമുക്ക് സ്പിന്ന് ചെയ്യാം. സോ ഇവിടെ സ്പിന്ന് എടുക്കുന്നു. എന്നിട്ട് ഇത് എക്സ് ആക്സിസിൽ ഞാൻ ഇതേപോലെ സ്പിൻ ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ആറോ വെച്ച് ഞാൻ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇത് എക്സ്ട്രൂഡ് ചെയ്യാം Y ആക്സിസിൽ. അതേപോലെ Y ഫ്ലാറ്റ് ചെയ്യാം, SY0. എന്നിട്ട് ഇത് ഉള്ളിലേക്കായി നീക്കാം. ആൻഡ് ഇവിടെ വേണമെങ്കിൽ കുറച്ച് ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം, Ctrl+R പ്രസ് ചെയ്ത്. എന്നിട്ട് ഏതെങ്കിലും ഒരു വേർട്ടെക്സ് എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്ത് പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് എനേബിൾ ചെയ്യാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എക്സ് ആക്സിസിലോ നിങ്ങൾക്ക് വേണ്ട ആക്സിസിലോ സ്മൂത്ത് ആവാൻ വേണ്ടി മൂവ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു വയർ കണക്റ്റ് ആക്കിയ രീതിയിൽ മോഡൽ ചെയ്ത്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് സെയിം സ്റ്റെപ്പ് ചെയ്യാം. ഇനി നമുക്ക് 2 സ്റ്റിക്കി നോട്ട്സ് ആഡ് ചെയ്യാം. ഇവിടെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മെഷ് പ്ലെയിന് റൊട്ടേറ്റ് X 90 ഡിഗ്രി, എന്നിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് ഇവിടെയും നമ്മൾ ഒരു മോഡിഫയർ ആഡ് ചെയ്യും. അത് സിമ്പിൾ ഡിഫോമാണ്. നമ്മളിതിനെ ഡിഫോം ചെയ്യും. പക്ഷെ അതിന് മുമ്പ് കുറച്ച് ഇത് വേണം, ജോമെട്രി വേണം. സോ ഞാൻ ഒരു 3 പ്രാവശ്യം സബ് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് മോഡിഫയറിൽ വരാം, സിമ്പിൾ ഡിഫോം സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ കുറച്ച് സെറ്റിങ്സ് കാണാം, ട്വിസ്റ്റ്, ബെൻഡ്. സോ നമ്മളിവിടെ ബെൻഡാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒറിജിൻ ചേഞ്ച് ചെയ്യാണ്ട് സോ Ctrl പീരിയഡ് കീ ഉപയോഗിച്ച് ഒറിജിൻ മൂവ് ചെയ്യാം ഇതേപോലെ. ആൻഡ് ഈ ഒരു ഒറിജിനെ റൊട്ടേറ്റും കൂടി ചെയ്യാം. സോ R പ്രസ് ചെയ്ത് X പ്രസ് ചെയ്ത് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ ബെൻഡാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, എന്നിട്ട് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്ത് വെക്കാം. ആൻഡ് ഓൾസോ ഡിഫറെൻറ്റ് ആക്സിസിൽ ഇത് നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാം. ആൻഡ് ഇത് ബെൻഡ് ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു ട്രയൽ ആൻഡ് എറർ പോലെയാണ്. ആ ഒരു ഡിസൈഡ് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൊക്കെ ചേഞ്ച് ചെയ്ത് ആൻഡ് ഈ ആക്സിസ് നോക്കി നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു പൊസിഷനിലേക്ക് ആക്കാം. എന്നിട്ട് ഇത് ഞാൻ ടേൺ ഓഫ് ചെയ്യുന്നു, Ctrl പീരിയഡ് കീ അടിച്ച്. എന്നിട്ട് ഇതിന് ആഡ് മോഡിഫയർ, ജനറേറ്റ്, സോളിഡിഫൈ ആൻഡ് ചെറിയൊരു തിക്നെസ് കൊടുക്കാം. സോ ഇതിൻ്റെ തിക്നെസ് വളരെ ചെറുതായിട്ട് കൊടുക്കാം, ആവശ്യമില്ല എന്നാലും. ആൻഡ് ഇത് ചെറുതായി ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു 6 Y ആക്സിസ്. ഓൾസോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു സിമ്പിൾ ഡിഫോം ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ട്വിസ്റ്റ് ചെയ്യാം. സോ ഈ ഒരു പാരാമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെ ചെറുതായി ട്വിസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ മോഡൽസൊക്കെ റെഡിയായി കഴിഞ്ഞ്. ആൻഡ് ഇതുവരെ നമ്മൾ തന്നെ സ്വയം
ഒബ്ജക്റ്റ് എല്ലാം മോഡൽ ചെയ്ത് വെച്ചു. ഇനി അങ്ങോട്ട് ഒരുപാട് ഒബ്ജക്റ്റ് ഇവിടെ ആഡ് ചെയ്യാനായി ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വയം മോഡൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. സോ ഒരുപാട് മോഡൽസ് നമുക്ക് സൈറ്റിൽ നിന്ന് ഫ്രീ ആയി കിട്ടും. അപ്പോൾ അത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, സോ കുറച്ച് മോഡൽസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാം, ഈ സീനിൽ ആഡ് ചെയ്യാം. ആൻഡ് ഫസ്റ്റത്തെ സൈറ്റാണ് CG Trader. ആൻഡ് ഇതിൽ ഒരുപാട് കാറ്റഗറിയിലുള്ള മോഡൽസ് കിട്ടും. പെയ്ഡ് ആയിട്ടുണ്ട്, അതേപോലെ ഫ്രീ ആയിട്ടും ഒരുപാട് മോഡൽസ് ഇതിൽ നിന്ന് കിട്ടും. ആൻഡ് ചില മോഡൽസ് വെച്ചാൽ ഈ ഒരു പെൻസിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തതിന്. ആൻഡ് ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോഡൽസ് ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ്സിലുണ്ടാവും. ആൻഡ് ഈ ഒരു പെൻസിൽ OBJ ഫയലിലുണ്ട്, അതേപോലെ ബ്ലെൻഡർ ഫയലിൽ തന്നെ ഉണ്ട്. ആൻഡ് ഓൾസോ FBX ഫയലുണ്ട്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം. ആൻഡ് അടുത്തത് ഈ ഒരു പേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്തതിന്, കുറച്ച് പേപ്പേഴ്സ് ടേബിൾ നിരത്തി വെക്കാനും. ആൻഡ് ഇതും അതേപോലെ OBJ ഫയലിലുണ്ട്, ആൻഡ് FBX ഫയലിലും ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഷെയർ ടെക്സ്ചേഴ്സ്, ഇവിടുന്ന് ഈ ഒരു ഫ്ലോപ്പി ഡിസ്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തതിന്. ഇത് ഓൾറെഡി അൺറാപ്പൊക്കെ ചെയ്ത് ടെക്സ്ചേഴ്സൊക്കെ ഉള്ള മോഡലാണ്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ബ്ലെൻഡർ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ FBX. അതേപോലെ ഡിഫറെൻറ്റ് ക്വാളിറ്റിയിലുള്ള ടെക്സ്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നുള്ളതാണ് ഫ്രീ 3D എന്ന സൈറ്റ്. ഇതിലും ഒരുപാട് 3D മോഡൽസ് കിട്ടും, പെയ്ഡ് ആയിട്ടും ഫ്രീ ആയിട്ടും കിട്ടും. സോ ഈ ഒരു ചെയർ ഞാൻ ഡൗൺലോഡ് ചെയ്തതിന്. ആൻഡ് ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാനായി ഫയൽ ഇമ്പോർട്ട്. ആൻഡ് ഇവിടെ ഒരുപാട് ഫയൽ ഫോർമാറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് മെയിനായിട്ടുള്ള OBJ, FBX, അതേപോലെ DI ഇതൊക്കെ കാണാൻ പറ്റും. സോ ഞാനിവിടെ ഒരു OBJ ഫയൽ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ OBJ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഫയൽ ലൊക്കേറ്റ് ചെയ്ത് OBJ ഫയൽ സെലക്ട് ചെയ്താൽ മതി. ആൻഡ് ഇവിടെ ഇപ്പോൾ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ സ്കെയിൽ ലാർജ് ആയിട്ടുണ്ട്. സോ ഇതിനെ ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ആൻഡ് ഇതിനെ അഡ്ജസ്റ്റ് ആക്കി വെക്കാം. ഓൾസോ ഇത് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണുള്ളത്. സോ ആദ്യം തന്നെ നമുക്കിത് ഒരു പുതിയ കളക്ഷനിലോട്ടേക്ക് മാറ്റാം. ആൻഡ് ഇതിപ്പോൾ ഓർഗനൈസ്ഡ് ആയി. ഇനി ഇത് വേണമെങ്കിൽ കേഴ്സർ ഇവിടെ കൊണ്ടുവന്ന് ഒരു empty ആഡ് ചെയ്ത് emptyയിലൂടെ കൺട്രോൾ ചെയ്യാം. സോ ഇതൊക്കെ സെലക്ട് ചെയ്ത് ആൻഡ് empty ലാസ്റ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് Ctrl+P ഒബ്ജക്റ്റ്. സോ ഇതിപ്പോൾ ഈ ഒരു emptyയിലൂടെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് വേണമെങ്കിൽ സബ് ഡിവൈഡ് ചെയ്യാം, Ctrl+2 പ്രസ് ചെയ്ത്. സോ ഇതിൻ്റെ ടോപ്പോളജി ക്ലീൻ ആയിട്ടുള്ള ടോപ്പോളജിയാണ്. അപ്പോൾ സബ് ഡിവിഷൻ നേരെ വർക്കാണ്. എന്നിട്ട് ഇതും വേണമെങ്കിൽ Ctrl+2 പ്രസ് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. സോ ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+1 പ്രസ് ചെയ്താൽ ഒരു 1 ലെവലിൽ സബ് ഡിവൈഡ് ആവും. അങ്ങനെ Ctrl+5 വരെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതും Ctrl+2 പ്രസ് ചെയ്ത് സബ് ഡിവൈഡ് ചെയ്യുന്ന ഷെയ്ഡ് സ്മൂത്ത്. അങ്ങനെ ഇതേപോലെ ഓരോ മോഡൽസും നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വേണ്ട രീതിയിൽ വെച്ച് നിങ്ങൾക്ക് ഈ സീനൊന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. ആൻഡ് ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിലൂടെ മോഡിഫയേഴ്സിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾസോ ഒരുപാട് നിങ്ങളുടേതായ മോഡൽസ് ചെയ്യാം. ആൻഡ് ഇനി അങ്ങോട്ട് ഷെയ്ഡിങ് എന്ന ചാപ്റ്റർ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. സോ ഈ ഒരു സീന് നമ്മൾ ബേസിക് ഷെയ്ഡിങ് കൊടുക്കും, അതേപോലെ ടെക്സ്ചറിങ്ങും അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു മോഡലിന് മോഡിഫയേഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. സോ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഷെയ്ഡിങ് പഠിക്കുമ്പോൾ അപ്ലൈ ചെയ്ത് പഠിക്കാം. സോ ഇത്രയാണ് വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം.